ഒരു ധർമ്മശാസ്ത്രപരമായ ഉപദേശങ്ങൾ പറയുമ്പോൾ അതിനുപോൽബലകമായ ചരിത്രത്തിൽ നിന്നുള്ള സംഭവങ്ങൾ എടുക്കുന്നു. ആ സംഭവങ്ങൾ തന്നെ പൂർണ്ണമായി ഖുർആൻ പറയുന്നില്ല. ഖുർആൻ പറഞ്ഞു പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മൂസയുടെ ചരിത്രത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക, യേശു എന്തു പറഞ്ഞു എന്ന് നിങ്ങൾ നോക്കുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ആളുകളോട് സംവദിച്ച സന്ദർഭം പരിശുദ്ധ ഖുർആന്റെ ശൈലി അങ്ങനെയാണ്. ഖുർആനിൽ ആവശ്യമായ സന്ദർഭങ്ങളെ എടുത്തുദ്ധരിക്കുന്ന ഒരു പ്രഭാഷകന്റെ ശൈലിയിൽ. അങ്ങനെയാകുമ്പോൾ എന്തുകൊണ്ട് പ്രത്യേകം ഈ 25 പേരിൽ പലരും മധ്യപൗരസ്ത്യ ദേശത്തെ ആളുകളായി തീർന്നു? ഇതാണല്ലോ പ്രശ്നത്തിന്റെ കാതൽ. അതിനുള്ള ഉത്തരം പരിശുദ്ധ ഖുർആൻ കൃത്യമായും കമ്മ്യൂണിക്കേഷൻ സയൻസിലെ വളരെ സൂക്ഷ്മമായ തലങ്ങളെപ്പോലും ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. കമ്മ്യൂണിക്കേഷൻ സയൻസിൽ നമ്മൾ പറയും, ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിഷയം പറയുമ്പോൾ അയാളിൽ നിന്ന് ഈ കാര്യം നേർക്കുനേരെ കേൾക്കുന്നവൻ അയാളുടെ പ്രൈമറി ഓഡിയൻസ് ആണ് എന്ന് പറയും. അപ്പോൾ ഈ പ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എൻ്റെ പ്രൈമറി ഓഡിയൻസ് ആണ്. നിങ്ങളിൽ നിന്ന് ഈ പ്രഭാഷണത്തിന്റെ ആശയം മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർ എൻ്റെ സെക്കൻഡറി ഓഡിയൻസ് ആണ്. ഞാൻ എപ്പോഴും സംസാരിക്കുക നിങ്ങളുടെ തലത്തിൽ, നിങ്ങളുടെ നിലവാരത്തിൽ, നിങ്ങൾക്കറിയാവുന്ന സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാകും. അപ്പോൾ മാത്രമേ ഞാൻ നല്ലൊരു പ്രഭാഷകനാകൂ. ഞാൻ നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ലോകത്തെ ഏതോ കുറെ വിഷയങ്ങൾ പറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ വേറൊരു സ്ഥലത്തുണ്ടാവും, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിട്ടുണ്ടാവും, വേറൊന്നും സംഭവിക്കില്ല. എനിക്ക് നിങ്ങളുടെ തലച്ചോറുമായി സംവേദനമാകണമെങ്കിൽ നിങ്ങളുടെ ഭൂമികയിൽ നിന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി കാര്യങ്ങളും ഉദാഹരണങ്ങളും ചരിത്രവുമെല്ലാം ഞാൻ പറയണം. അപ്പോഴാണ് ഞാൻ നല്ല പ്രഭാഷകനാവുക. എനിക്ക് നല്ല നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ആശയങ്ങൾക്ക് കയറാൻ അപ്പോഴേ കഴിയും. പരിശുദ്ധ ഖുർആന്റെ പ്രാഥമിക ഓഡിയൻസ്, പ്രൈമറി ഓഡിയൻസ്, പ്രാഥമിക അഭിസംബോധിതർ ആരാണ്? അറബികളാണ്. പരിശുദ്ധ ഖുർആൻ അറബികളുടെ ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആന്റെ പ്രാഥമിക അഭിസംബോധിതർ അറബികളാണ്. ആ അറബികളെയാണ് ഖുർആൻ 23 വർഷക്കാലഘട്ടം കൊണ്ട് ലോകത്തിന് മുഴുവനും മാതൃകയായ ഒരു സമുദായമായി വളർത്തിയെടുത്ത് ആ സമുദായത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഈ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചത്. അപ്പോൾ ഖുർആന്റെ പ്രാഥമിക ഓഡിയൻസ് ആരാണ്? അറബികൾ. അറബികളുടെ സങ്കേതത്തിലാകണം, അറബികൾക്കറിയാവുന്ന രീതിയിലാകണം, അറബികൾക്ക് പരിചയമുള്ള ചരിത്രത്തിൽ നിന്നാകണം അവരോട് ഖുർആനെ സംസാരിക്കേണ്ടത്. അതല്ലാതെ അറബികൾക്കൊരു പരിചയവുമില്ലാത്ത ലോകത്തിന്റെ ഏതോ വശത്തുള്ള ഒരു പ്രവാചകന്റെ ചരിത്രം എടുത്ത് പറയുന്നത് കൊണ്ട് അവരുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ വേണ്ട രൂപത്തിൽ ഉള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, വേണ്ട രൂപത്തിൽ ഉള്ളൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സയൻസ്. ഖുർആൻ അവിടെ ഉപയോഗിക്കുന്നത് വളരെ കൃത്യമായ സങ്കേതമാണെന്നർത്ഥം. ഖുർആൻ ഒരിക്കലും ചരിത്രം പറയാൻ വേണ്ടി ചരിത്രം പറയുന്നേയില്ല. ചരിത്രത്തിന്റെ രീതിയിൽ ഖുർആൻ ഒരു പ്രവാചകന്റെ ചരിത്രം മാത്രമാണ് ചരിത്ര കഥനത്തിന്റെ രീതിയിൽ ഒരല്പമെങ്കിലും ഖുർആൻ പറഞ്ഞു പോകുന്നത്. അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. വേറെ ഒന്നും തന്നെ ഒരു പ്രവാചകന്റെ ചരിത്രം പറയേണ്ട ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് നമ്മൾ ചരിത്രകാരൻ പറയുമല്ലോ, ഒരു കാലഗണന ക്രമത്തിൽ ഉള്ള ഒരു ചരിത്ര ആഖ്യാന രീതി ഖുർആനിൻ്റെതല്ല. ഖുർആൻ ചരിത്രത്തെ ഉപയോഗിക്കുന്നത് ഈ ആവശ്യത്തിനു വേണ്ടിയാണ്. അവിടെയും ഖുർആൻ സൂക്ഷ്മത പാലിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഖുർആൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുക, ഖുർആനിന്റെ വിഷയം, ഖുർആൻ പ്രവാചകന്മാരെ പറയുന്നത് പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തെക്കുറിച്ച് പറയാനാ. അതായത് പ്രവാചകന്മാരെ വിഗ്രഹവൽക്കരിക്കുന്ന ഏർപ്പാട് പരിശുദ്ധ ഖുർആനിനില്ല. പ്രവാചകന്മാരെ മഹത്വവൽക്കരിച്ച് പ്രവാചകന്മാരെ ആരാധ്യന്മാരാക്കി പ്രവാചകന്മാരെ പൂജിക്കുന്നവരാക്കി തീർക്കുന്ന ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി പ്രവാചകന്മാരുടെ പേര് പറയുന്നത് അപ്രസക്തമാണ്. പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ആശയങ്ങൾ എന്താണ്, അതാണ് ഖുർആൻ പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം ഖുർആൻ പറയുകയും ചെയ്തു, എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്.
ഇനി ഹദീസിൽ പറഞ്ഞതുപോലെ താങ്കൾ ചോദ്യത്തിൽ പറഞ്ഞത് ശരിയല്ല, പരിശുദ്ധ ഖുർആനിൽ 1,00,000 പ്രവാചകന്മാരുണ്ട് എന്നൊന്നും പറയുന്നില്ല. എന്നാൽ ഹദീസുകളിൽ അത്തരം പരാമർശങ്ങൾ കാണാൻ കഴിയും. ഹദീസുകൾ പറഞ്ഞതുപോലെ 1,00,000-ലധികം പ്രവാചകന്മാർ അവരുടെ മുഴുവനും പേര് മാത്രം പറഞ്ഞു എന്ന് വിചാരിക്കുക. ഖുർആനിൽ അവരുടെ പേര് മാത്രം പറഞ്ഞാൽ തന്നെ ഖുർആന്റെ അത്രപ്പോലും വലുപ്പമുള്ള വേറെ 2 ഖുർആനുകൾ കൂടി വേണ്ടി വന്നേക്കും. അത് അപ്രസക്തമാണ്. ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണത്. അവരെല്ലാം പഠിപ്പിച്ച, ഇന്ത്യയിൽ വന്ന പ്രവാചകനും ഇറ്റലിയിൽ വന്ന പ്രവാചകനും ഇന്തോനേഷ്യയിൽ വന്ന പ്രവാചകനും എല്ലാവരും പഠിപ്പിച്ച അടിസ്ഥാന ആദർശം എന്താണ് എന്ന് ഖുർആൻ പറയുകയും ആ ആദർശത്തെ പ്രാഥമിക സംബോധിതരുടെ ഭാഷയിലും സങ്കേതത്തിലും അവർക്ക് മനസ്സിലാകുന്ന തലത്തിലും തരത്തിലും നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ കാണുന്നതാണ്. ചരിത്രത്തിൽ 23 വർഷ കാലഘട്ടം കൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ അവരെ ചൂണ്ടിക്കൊണ്ട് കുന്തും ഖൈർ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട അത്യുത്തമ സമുദായമാകുന്നു നിങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സമൂഹമാക്കി അവരെ മാറ്റിയെടുത്തത് പരിശുദ്ധ ഖുർആന്റെ ഈ ശൈലി കൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഖുർആന്റെ രീതി അതാണ്. ഖുർആൻ അവിടെ ഒരു രൂപത്തിലും ആ വിഷയത്തിൽ ഒരു അതിക്രമമോ ഒരു അക്രമമോ കാണിച്ചതായി നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഖുർആനിൽ പറയുന്നതും ഹദീസുകളിൽ പറയുന്നതുമായിട്ടുള്ളത് 4 വേദഗ്രന്ഥങ്ങളും ഏടുകളുമൊക്കെയാണ്. ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞ ഭാഗങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയിലുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ 5000 വർഷത്തിൽ പരം സംസ്കാരമുള്ള ഇന്ത്യയും അതുപോലുള്ള രാജ്യങ്ങളിലും ജനവാസമുണ്ടായിരിക്കെ അത്തരം സ്ഥലങ്ങളിലേക്കുള്ള എന്തെങ്കിലുമായ ഒരു ദൈവത്തിൻ്റെതായ ഒരു സന്ദേശത്തെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് ചോദ്യം. അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ഇന്ത്യയെ പോലെയുള്ള ഒരു സ്ഥലത്തെ ദൈവികമായ സന്ദേശങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല എന്നാണ് സംശയം. ഇത് നേരത്തെ സംശയത്തിൻ്റെ സ്വാഭാവികമായൊരു ഉപചോദ്യമാണ്. തീർച്ചയായും അതിൻ്റെ ഉത്തരം തന്നെയാണ് അവിടെ പറയാനുള്ളത്. ഖുർആൻ വളരെ ഇന്ത്യക്കാർക്ക് അങ്ങനെ പറയാം. ചൈനൻ്റെ സംസ്കാരം മോശമാണോ? ചൈനയുടെ സംസ്കാരം മോശമല്ല. ചൈനക്ക് ഇതേപോലെ പതിറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം പറയാനുണ്ട്. ലോകത്ത് ആഫ്രിക്കക്ക് അതേപോലെ തന്നെ പതിറ്റാണ്ടുകളുടെ സാംസ്കാരിക പാരമ്പര്യം പറയാനുണ്ട്. ലോകത്ത് നദീതട സംസ്കാരങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ അതിനു മുൻപ് തന്നെ ആദിവാസി സമൂഹം നിലനിന്ന തലങ്ങളിലെല്ലാം വെച്ചുകൊണ്ട് 10,000-കണക്കിന് വർഷത്തെ സാംസ്കാരിക ചരിത്രം പറയാനുള്ളവയാണ് ലോകത്തുള്ള നാടുകളല്ല. അമേരിക്ക ഒഴിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്ക പിന്നെ പുതിയ ചരിത്രത്തിലെ പുതിയ ഒരു നാടാണല്ലോ. നിങ്ങൾക്കറിയാവുന്നതാണ് അമേരിക്കയുടെ ചരിത്രം. അപ്പോൾ എല്ലാവർക്കും ഈ ചരിത്രമുണ്ട്. ഭാരതത്തിന് ഒരു വലിയ സാംസ്കാരിക ചരിത്രം തന്നെയുണ്ട്, പൈതൃകം തന്നെയുണ്ട്. ഇവിടെയെല്ലാം ഖുർആൻ സ്വീകരിച്ചിരിക്കുന്ന രീതി ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ ഫീ കുല്ലി ഖൗമിൻ ഹാദ്. എല്ലാ സമൂഹങ്ങളിലേക്കും മുന്നറിയിപ്പുകാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാ സമുദായങ്ങൾക്കും പ്രവാചകന്മാരുണ്ട്. ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു ദൈവദൂതന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലായിടത്തും പ്രവാചകന്മാരുണ്ട്. ഇന്ത്യയിലേക്കുണ്ട്. ഇന്ത്യയിൽ സമൂഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ. പക്ഷേ അവരുടെ പേരെന്താ പറയാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പേര് പറയേണ്ടത് ഇല്ല പരിശുദ്ധ ഖുർആന്റെ ശൈലിയിൽ. പേര് പറയുക എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രവാചകന്റെ പേര് പറഞ്ഞാൽ ചൈനയിലെ പ്രവാചകന്മാരുടെ പേര് പറയണം. ഇന്ത്യയിലെ ഒരു പ്രവാചകന്റെ പേര് പറഞ്ഞു എന്ന് പോയി വിചാരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക എന്തായിരിക്കും? എന്തുകൊണ്ടും ഒരാളെ മാത്രമാക്കി നിർത്തി ഒരു 10 ആളെങ്കിലും പറഞ്ഞുകൂടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ പറയുന്നത് ഖുർആന്റെ ഒരു ശൈലിയിൽ അത് ആവശ്യമില്ല എന്നാണ്. രണ്ടും പറയാതിരുന്നത് തീർച്ചയായും പടച്ചവൻപുരാന്റെ ഗ്രന്ഥമാണ്, പടച്ചവന്റെ വചനങ്ങളാണ് ഖുർആൻ. അവിടെ പടച്ചവന്റെ യുക്തി എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സയൻസിന്റെ ബേസിസിൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു വസ്തുത ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഖുർആനിന് ഒരു ദൗത്യം നിർവഹിക്കാനില്ല. ഖുർആൻ ഒരു വചനത്തിന് ഒരു പ്രത്യേക ഒരു ദൗത്യം അതുകൊണ്ട് നിർവഹിക്കാനില്ല.
എന്താ കാര്യം? ഖുർആന്റെ പ്രാഥമിക സംബോധിതരുടെ ഭാഷയിൽ സംസാരിച്ചു. ആ സംസാരിക്കുമ്പോൾ തന്നെ ആ രംഗത്തുള്ള ഒരു ഷോവനിസം ഖുർആൻ സമ്മതിച്ചുമില്ല. ഖുർആൻ കൃത്യമായി പറഞ്ഞു, എന്താ ലോകത്തെല്ലായിടത്തേക്കും എല്ലാ മനുഷ്യരിലേക്കും പ്രവാചകന്മാർ, എല്ലാ മനുഷ്യ സമൂഹത്തിലും. അവിടെ ഒരു ഷോവനിസം ഇല്ല. എന്ത് ഒരു പ്രത്യേക വർഗീയത, ഭാരതത്തിൽ മാത്രമാണ് സനാതന ധർമ്മം ഉണ്ടായത്, അറബിയയിൽ മാത്രമാണ് ധാർമ്മിക പ്രവാചകന്മാരുണ്ടായത്, മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് ധർമ്മത്തിലേക്ക് നയിക്കാനുള്ള ആളുകൾ ഉണ്ടായത് എന്ന ഒരു അഹങ്കാരത്തിനോ ഒരു തരത്തിലുള്ള വർഗീയ വിചാരത്തിനോ ഒരു ഷോവനിസത്തിനോ ഒരു തലവും കൊടുക്കാത്ത രൂപത്തിൽ ഖുർആൻ കൃത്യമായി പറഞ്ഞു എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ. പക്ഷെ അവരുടെ പേരും അവരുടെ ജീവിത സന്ദർഭവും ഖുർആനിന്റെ ശൈലിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഖുർആൻ ഉപയോഗിച്ചില്ല. ഇതേപോലെ തന്നെയാണ് വേദഗ്രന്ഥങ്ങളുടെ സ്ഥിതി. വേദഗ്രന്ഥവും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പ്രവാചകന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ 3-4 വേദഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട സബൂർ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീൽ, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ. ഇതല്ലാത്ത വേദഗ്രന്ഥങ്ങൾ ഉണ്ടാകാം. പരിശുദ്ധ ഖുർആൻ തന്നെ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 84-ാമത്തെ വചനത്തിൽ പറഞ്ഞു, പല പ്രവാചകന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ടത് പടച്ചവനിൽ നിന്ന് എന്താണ് അവതരിപ്പിക്കപ്പെട്ടത് അതിൽ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ അവരുടെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ എഴുതിയുണ്ടാക്കിയതിലല്ല ഈ വിശ്വാസം. അത് വളരെ കൃത്യമായി ഖുർആൻ കൃത്യമായി പറയുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ എല്ലാം പേര് പറയണം എന്ന് ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ശൈലിക്ക് അത് അനാവശ്യമായത് കൊണ്ടാണ് എന്നാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാൻ. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത് ഒരു തർക്ക വിഷയമല്ല, ഒരു സംശയം മാത്രമാണ്. പടച്ചവന്റെ വചനമാണ് ഖുർആൻ. ഈ ഖുർആനിൽ ഒരു സൂറത്തിലൊഴികെ മറ്റെല്ലാ സൂറത്തിലും തുടക്കത്തിൽ ബിസ്മിയുണ്ട്. ഇവിടെ മഗ്രിബ് നമസ്കാരത്തിൽ ഫാത്തിഹയിലും സൂറത്തിലും ഫസ്റ്റ് ബിസ്മി കണ്ടില്ല. അതെന്താണ്? പരിശുദ്ധ ഖുർആനിൽ എല്ലാ സൂറത്തിലും ബിസ്മിയുണ്ട്. ഇവിടെ ഫാത്തിഹയിലും പിന്നെ മറ്റേ സൂറത്ത് ഓതിയപ്പോഴൊന്നും ബിസ്മി കണ്ടില്ല. എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇത് കർമ്മശാസ്ത്രപരമായൊരു വിഷയമാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് എൻ്റെ സുഹൃത്ത് ചോദിച്ച് പഠിക്കേണ്ടതാണ്. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഒരു വിഷയത്തിൽ സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് ഒരു മുസ്ലിം പിൻപറ്റേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ബിസ്മി ഉറക്കെ ഓതിയിരുന്നില്ല, മെല്ലെയായിരുന്നു ചൊല്ലിയിരുന്നത് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബിസ്മി മെല്ലെ ചൊല്ലിയത്. മെല്ലെയാണ് ഇമാമാണെങ്കിലും മൗമൂമാണെങ്കിലുമെല്ലാം ബിസ്മി ചൊല്ലേണ്ടത് എന്നും ബാക്കിയാണ് ഉറക്കെ ഇമാമ് ചൊല്ലേണ്ടത് എന്നും ഫാത്തിഹ ഇമാമിനെ പോലെ തന്നെ മൗമൂമികൾ ചെയ്യേണ്ടതുണ്ട് എന്നും ബാക്കി സൂറത്തുകൾ ഓതുന്ന സമയത്ത് ഇമാം ഓതുന്നത് മൗമൂമികൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത് എന്നുമെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും മുസ്ലിങ്ങൾക്കിടയിലുള്ള മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽപ്പെട്ട ഒന്നാണ് ബിസ്മി ഉറക്കെ ഓതണമോ വേണ്ടയോ എന്നത്. മദ്ഹബുകൾക്കിടയിൽ 4 മദ്ഹബുകൾക്കിടയിൽ ചില മദ്ഹബുകൾ ബിസ്മി ഉറക്കെ ഓതേണ്ടതുണ്ട് എന്ന് പറയുന്നു, ചിലവ ഓതേണ്ടതില്ല എന്ന് പറയുന്നു. ഇതിൽ ഹദീസുമായി സ്വഹിയായ ഹദീസുമായി കൂടുതൽ പൊരുത്തപ്പെടുന്നത് ബിസ്മി ഉറക്കെ ഓതേണ്ടതില്ല എന്ന അഭിപ്രായമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നിങ്ങൾക്ക് പിന്നെ ഫിഖ്ഹി പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ വിഷയം ദൈവം സത്യമോ മിഥ്യയോ എന്ന വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വിമർശനങ്ങളുമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. പേര് ബിജു എന്നാണ്, വീട് റിയാഡാണ്. ആദ്യം ഇതിൻ്റെ സംഘാടകരെ ഒന്ന് വിമർശിക്കേണ്ടതാണ്. ദൈവം സത്യമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ
ദൈവം മിഥ്യയാണ് എന്ന് വാദിക്കാൻ അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ഈ വേദിയിൽ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നൊരു വിമർശനമായി തന്നെ ഉന്നയിക്കുകയാണ്. ചോദ്യം: ഖുർആൻ ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു മതഗ്രന്ഥമാണ്. ഇവിടെ ഇത്തരം ഒരു സംവാദം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ആണ് സംശയം. ഖുർആൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തിന് മുമ്പിൽ വെക്കുമ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾക്ക് പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് രൂപപ്പെട്ടത്. എന്നാൽ ഇന്നും അത് തന്നെയാണ് ശരി, അതിൽ നിന്നും വ്യതിചരിക്കാൻ പാടില്ല. അതിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ വ്യതിചരിച്ചാൽ മരണശേഷം ആത്മാക്കൾ നരകത്തിൽ ചെല്ലും എന്ന് ഭയപ്പെടുത്തി ഖുർആനപ്പുറത്ത് വേറൊരു ശരിയില്ല, എല്ലാ ശരിയും ഇതാണ് എന്ന് ഇക്കാലവും ഇനി വരാൻ പോകുന്ന കാലത്തും ഈ മത പുരോഹിത വർഗം പറയാൻ പോവുകയാണ്. എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്റെ ചിന്തകളെ ചങ്ങലക്കിടുന്നത്? അവരെ അതിനേക്കാൾ വിശാലമായും ഖുർആൻ വെച്ചതിനേക്കാളും മഹത്തായ ആശയങ്ങളും മഹത്തായ ദൈവ സൂക്തങ്ങളും ഈ സമൂഹത്തിന് കിട്ടാൻ ഇനിയും ചിന്തകളെയും ഇനിയും വിചാരങ്ങളെയും തുറന്നുവിടാൻ ഈ മത പുരോഹിത വർഗം എന്തുകൊണ്ട് മടിക്കുന്നു? ചോദ്യം. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന് അപ്പുറത്തുള്ള വിവരങ്ങളെയെല്ലാം തന്നെ മതപുരോഹിത വർഗം തടഞ്ഞു വച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അതിൽ ഉള്ളതാണ് എല്ലാം ശരി എന്ന് വാദിക്കുന്നത് എന്നാണ്? ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെയാണ് ബഹുമാന്യ സുഹൃത്ത് ബിജു ചോദ്യം ചെയ്തിട്ടുള്ളത്. ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് സത്യം എന്ന് സ്ഥാപിക്കൽ തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അതിലൊരു ശുദ്ധിയെ, അത് അശുദ്ധമാണോ ശുദ്ധമാണോ എന്നുള്ളത് ബിജുവിനെ പോലുള്ള ആളുകൾക്ക് തീരുമാനിക്കുവാനുള്ള അവകാശമുണ്ട്. തീർച്ചയായും ഇതിലൊരു ഗൂഢമായ ഉദ്ദേശമില്ല എന്നർത്ഥം. ഖുർആൻ പറഞ്ഞതാണ് സത്യമെന്ന്, ഖുർആൻ പറഞ്ഞതാണ് ആത്യന്തികമായ യാഥാർത്ഥ്യമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ ബിജു ആദ്യം പറഞ്ഞതുപോലെ ദൈവം സത്യമോ മിഥ്യയോ എന്ന വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മറ്റു പണ്ഡിതർ, മിഥ്യയാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ വിളിക്കേണ്ടതായിരുന്നു എന്ന തീർച്ചയായും അത്തരം സംവാദങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ദൈവം മിഥ്യയാണ് എന്ന് സജീവമായി സ്ഥാപിക്കുന്ന ആളുകളാണ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ നേതാക്കന്മാർ. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ കലാനാഥൻ മാഷുമായി 2 തവണ ഈ വിഷയത്തിൽ കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള പൊതുവേദികളിൽ വെച്ച് ഇതേ രൂപത്തിൽ തന്നെയുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആ സംവാദങ്ങൾ സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് വലുതോ ചെറുതോ അല്ലെങ്കിൽ പരസ്പരം അതിൽ അവരെ തോൽക്കാനോ അല്ലെങ്കിൽ നമ്മൾ തോൽക്കാനോ വേണ്ടിയല്ല ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഞാനിവിടെ സംസാരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ദൈവം സത്യമാണ് എന്ന്. അതേപോലെ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എൻ്റെ ബഹുമാന്യ ബിജു പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകളെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വർഗനരകങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും സത്യമാണ് എന്ന്, ഒരു സംശയവുമില്ലാത്ത യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന മാർഗമാണ് പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണിച്ചു തന്നത് എന്നും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയും നിങ്ങളോട് ആ വിശ്വാസത്തിൽ വല്ല സംശയങ്ങളോ എതിർപ്പുകളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവതരിപ്പിച്ചാൽ എൻ്റെ വീക്ഷണത്തിൽ ഉള്ള അതിനുള്ള വിശദീകരണങ്ങൾ പറയുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢമായ പദ്ധതി ഉണ്ടാകണം എന്ന് ധരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ ഒരു ഒളിയും ഇല്ലാത്ത രൂപത്തിൽ വളരെ കൃത്യമായി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ശരിയാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ ധാരണ.
ആ വിശ്വാസം ശരിയാണെന്നുള്ള ധാരണന്റെ എന്താ അടിത്തറ? അത് നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് എൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് സംതൃപ്തമാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ അത് സംഘടിപ്പിക്കുമ്പോഴേക്ക് അതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യത്തെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുകയും വിമർശിക്കുകയും ചെയ്യുന്നത്? അവിടെ ബഹുമാന സുഹൃത്തിന്റെ ചോദ്യം തന്നെ നിങ്ങൾ എടുക്കുക. ഇവിടെ അദ്ദേഹം പറഞ്ഞു മതപുരോഹിത വർഗം. അവിടെ ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ മതത്തിനു വേണ്ടി സംസാരിക്കുന്ന ഞാനെല്ലാമായിരിക്കാം ആ മതപുരോഹിത വർഗത്തിൽ ഉൾപ്പെടുക. ഇവിടെ എന്താണ് വസ്തുത? ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന പടച്ചോൻ, നമുക്ക് കണ്ണ് നൽകിയ, കാത് നൽകിയ പടച്ചോൻ, നമ്മുടെ ഹൃദയത്തെ മിടിപ്പിക്കുന്ന, നമ്മുടെ തലച്ചോറിനെ സ്പന്ദിപ്പിക്കുന്ന പടച്ചോൻ, ആ പടച്ചോൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പടച്ചവൻ നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ രംഗത്ത് ഞാൻ ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന വിഷയത്തിൽ പടച്ചവൻ നൽകിയ മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ഖുർആനിലുള്ളത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ചവൻ എൻ്റെ ജീവിതത്തിന്റെ മാർഗദർശനമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ്, വചനങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഖുർആനിൽ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നല്ല. അങ്ങനെ ഞാൻ ആരെങ്കിലും ഒരു മുസ്ലിം വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരും ഖുർആൻ വായിക്കാറില്ല. ആരും തന്നെ ഇതേപോലെ, ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, ഈ മൈക്ക് ഓഫായി പോയാൽ ആ മൈക്ക് എങ്ങനെ നന്നാക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെയുള്ള മൈക്ക് ഓപ്പറേറ്ററോട് ഖുർആൻ എടുത്തൊന്ന് മറച്ചു നോക്ക്, മൈക്ക് എങ്ങനെ നന്നാക്കണം എന്ന വിഷയം അതിലുണ്ടോ നോക്ക് എന്ന് നമ്മളാരും പറയാറില്ല. അതേസമയം ഈ മൈക്കിലൂടെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് എന്നോട് ഖുർആൻ പറയും, ഇവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ നിനക്ക് പച്ചക്കള്ളം എന്ന് നിനക്ക് ബോധ്യമുള്ള ഒരു കാര്യം ഒരിക്കലും പറഞ്ഞുകൂടാ എന്ന് എന്നോട് ഖുർആൻ പറയും. അത് പറയാൻ എന്നെ നിയന്ത്രിക്കാൻ, എനിക്കത് പറഞ്ഞു തരാൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സ്രഷ്ടാവിന് തന്നെയാണ് അതിനുള്ള അധികാരവും അവകാശവുമെന്ന്. അവിടെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്നതുകൊണ്ട് ഈ ആശയങ്ങൾ ഇന്ന് അപ്രസക്തമാവില്ല. ബിജു, നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടെ ചിന്തയെ ഒരിക്കലും ഖുർആൻ കടിഞ്ഞാണിട്ടിട്ടില്ല. ചിന്തിക്കാൻ പാടില്ലാത്തിടത്ത് ചിന്തിക്കുന്നത് മാത്രമാണ് ഖുർആൻ കടിഞ്ഞാണിട്ടത്. ചിന്തിക്കാൻ പാടില്ലാത്തിടത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ എന്നായിരിക്കും ബിജുവിനെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം. ചിന്തിക്കാൻ പാടില്ലാത്തത് ഉണ്ട് എന്ന് ഖുർആൻ മാത്രമല്ല, ഇസ്ലാം മാത്രമല്ല പറയുന്നത്, ആധുനിക ഭൗതികമാണ് പറയുന്നത്, സയൻസ് ആണ് പറയുന്നത്. 1970കളിൽ നൊബേൽ സമ്മാനം, ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ച ഒരു മഹാശാസ്ത്രജ്ഞനാണ് സർ പീറ്റർ മെഡവർ. സർ പീറ്റർ മെഡവറുടെ ഒരു ഗ്രന്ഥമുണ്ട്, ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, ദ ലിമിറ്റ്സ് ഓഫ് സയൻസ്. ഈ പീറ്റർ മെഡവറെ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ഒരു തികഞ്ഞ ഭൗതികവാദിയാണ്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള പീറ്റർ മെഡവർ ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന ഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹം ശാസ്ത്രത്തിന്റെ പരിമിതി പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, ശാസ്ത്രത്തിന് ഒരിക്കലും നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് വേർതിരിച്ച് പറഞ്ഞു തരാൻ കഴിയില്ല എന്നാണ്. ശാസ്ത്രത്തിന് അഭൗതികമായ വിഷയങ്ങളിൽ ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധ്യമല്ല എന്നാണ്. ഒന്നുകൂടി വ്യക്തമായി ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന്, സ്ഥലകാല നൈരന്തര്യത്തിന് പുറത്തുള്ള ഒന്നിനെക്കുറിച്ചും സാങ്കല്പികമായി പോലും വിചാരിക്കുവാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്നാണ്. ഫിസിക്സിന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ധർമാധർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാൻ സയൻസിന് കഴിയില്ല. സയൻസ് കഴിയില്ല, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. സയൻസിന്റെ രീതി അനുസരിച്ച് എന്താണ്, ഗോതമ്പ് കട്ടെടുത്തത് എന്താ, ഗോതമ്പും അതിലെ പ്രോട്ടീനും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഗോതമ്പിലെ പ്രോട്ടീനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് തന്നെ സയൻസിന് കട്ടെടുക്കലും മറ്റേതും തെറ്റ് ശരി എന്ന് പറയാൻ കഴിയില്ല.
വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ജീവശാസ്ത്രവും അതേപോലെ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ജീവശാസ്ത്രവും തമ്മിൽ വ്യത്യാസമുള്ള ഇല്ലാത്തതുകൊണ്ട് തന്നെ സയൻസിന് ഒന്ന് ശരി മറ്റേ തെറ്റെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഇത്തരം രംഗങ്ങളിൽ ശരിയെന്ത് തെറ്റെന്ത് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ വേണം ഒരു മാർഗദർശി എന്നത് എന്നെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നു. ഉദാഹരണം നിങ്ങൾ നോക്കുക, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. കേരളീയമായ സാഹചര്യത്തിൽ മാത്രം കേരളത്തിൽ 1970-കളിൽ ആവേശമുള്ള യുവത്വത്തിന്റെ കാലഘട്ടമായിരുന്ന ക്യാമ്പസുകളെല്ലാം തന്നെ നക്സൽ വിപ്ലവത്തെ, യഥാർത്ഥ തീവ്ര കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ തോളിലേറ്റിയ, നെഞ്ചോട് ചേർത്ത് പിടിച്ച കാലം. നഷ്ടപ്പെടുവാനില്ലൊന്നും കൈവിലങ്ങുകളല്ലാതെ ലഭിക്കാനുള്ളതോ സുന്ദര ലോകമെന്ന് പറഞ്ഞ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിഷ്കാസനത്തിന്റെ സിദ്ധാന്തത്തിലേക്ക് വഴിപിടിച്ച് നടത്തിയ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ അല്ലെ അവര് പറഞ്ഞത് എന്താ? ഇവിടുത്തെ ജന്മിമാർ തലമുറകളായി പാവപ്പെട്ടവരെ പിഴിഞ്ഞെടുത്ത് അവരുടെ പണം കൊണ്ട് കൊട്ടാരങ്ങൾ പണിയുന്നവർ, അവരെ നമുക്ക് കണ്ണാടിക്ക് മുന്നിൽ വെച്ച് തലയെറുക്കാം, എന്നിട്ട് അവരുടെ പത്തായപ്പുരകളിലുള്ള നെല്ല് പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് നമുക്ക് ഒഴുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വയനാടൻ കാടുകളിലിരുന്ന് ബുദ്ധിജീവനത്തിന്റെ, വിവരത്തിന്റെ, ശാസ്ത്രജ്ഞാനത്തിന്റെ സകല തലങ്ങളും ഉപയോഗിച്ച് അവർ ബോംബുണ്ടാക്കി, കത്തിയുണ്ടാക്കി, അവിടുത്തെ ആദിവാസികളെ സംഘടിപ്പിച്ച് ജനകീയ വിപ്ലവത്തിന് വേണ്ടി ശ്രമിച്ചു. കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന നൂറുകണക്കിന് യുവത്വങ്ങൾ മരണപ്പെട്ടു. എല്ലാവരും ഈ അത്യാവേശകരമായ സ്വപ്നത്തിൽ അല്ലേ? എന്നിട്ടോ ആ സ്വപ്നം പങ്കുവച്ച ആളുകൾ, അതിന് സിദ്ധാന്തങ്ങൾ രചിച്ച ആളുകൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, അന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി, ഞങ്ങളന്ന് പറഞ്ഞത് തെറ്റിപ്പോയി. അവരിന്ന് സ്വന്തം ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുകയാണ്. ഞാൻ പറയുന്നത് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇവർ അന്നത്തെ ആ തപ്ത യുവത്വമുണ്ടല്ലോ, ആ ആവേശത്തിൽ ചിന്തിച്ചത് അത് തെറ്റായിരുന്നു എന്ന്, അവർക്ക് ശരിയായിരുന്നു എന്ന് പറഞ്ഞവർക്ക് തിരിച്ചറിവുണ്ടായപ്പോഴേക്ക് ആ പാവപ്പെട്ട മനുഷ്യർ മരണപ്പെട്ടു. അവരുടെ സമൂഹത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക്, അവരുടെ ഭാര്യമാർക്ക്, അവരുടെ ആളുകൾക്ക്, ആ നമ്മുടെ സമൂഹത്തിന് അവരിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവനും നശിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുവാൻ നമുക്ക് കഴിവില്ല എന്നുള്ള വസ്തുതയാണ്. ഇവിടെ എന്നോട് വന്നുകൊണ്ട് ഇതേ ആശയം പറയുമ്പോൾ ഞാൻ ആലോചിക്കും, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബിയിലൂടെ പരച്ചതമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച മുഹമ്മദ് നബിയുടെ ജീവിതമുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും പാവപ്പെട്ടവന് രക്ഷയ്ക്ക് വേണ്ടി പണക്കാരന്റെ പത്തായപ്പുര കുത്തിത്തുറന്ന് അത് അവനെ കൊന്നൊടുക്കി ആ പണം എടുത്ത് പാവപ്പെട്ടവന് വിതരണം ചെയ്യൽ ശരി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. ശരി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും അത് ശരിയല്ല, തെറ്റാണ് എന്ന്. എനിക്ക് എന്റെ ജീവിതത്തിന്റെ 40-ലധികം വർഷങ്ങൾക്കിടക്ക് ആ ശരി തെറ്റുകൾ നോക്കിക്കൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിലേക്കുള്ള, തിരുസുന്നത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരിക്കൽ പോലും സഹോദരങ്ങളെ എന്റേത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. എവിടെയും നമുക്ക് കൃത്യമായി മാർഗദർശനം ലഭ്യമാവില്ല. ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല. കൃത്യമായി നമുക്ക് ഏത് വിഷയത്തിൽ, ഏത് കോടതിക്കാ പറ്റുക, പല വിഷയങ്ങളിലും. ഉദാഹരണത്തിന് രാജസ്ഥാനിലൊരു കോടതിയിൽ വളരെ സവിശേഷമായ ഒരു ആവശ്യവുമായി 2 വൃദ്ധ ദമ്പതികൾ ചെല്ലുകയാണ്. വൃദ്ധരായ 2 ദമ്പതികൾ. അവരുടെ ആവശ്യം വളരെ രസകരമാണ്. എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ, കോടതി ഞങ്ങളുടെ മരുമോളോട് ഒന്ന് പ്രസവിക്കാൻ പറയണമെന്നാണ് അവരുടെ ആവശ്യം. സിമ്പിളാണ് സംഭവം. എന്താ സംഗതി എന്ന് വെച്ചാൽ, ഒരുപാട് തലമുറകൾക്ക് ഉള്ള സമ്പാദ്യമുള്ള ഒരു വൃദ്ധ ദമ്പതികൾ, ഒരുപാട് സമ്പത്തുള്ള വൃദ്ധ ദമ്പതികൾ, അവർക്കുണ്ടായിരുന്നത് ഒരേ ഒരു മകൻ. ആ ഒരേ ഒരു മകനെ അവർ വലിയ ആഘോഷങ്ങളോടുകൂടി വിവാഹം ചെയ്യിപ്പിച്ചു. വിവാഹത്തിന്റെ ആദ്യ നാളുകൾ അവസാനിച്ചു. ആ വിവാഹ നാളുകളിൽ തന്നെ ആ പെൺകുട്ടി ഗർഭിണിയായി. 3 മാസങ്ങൾ തികയുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റിൽ ഈ പയ്യൻ മരണപ്പെട്ടു. അവരുടെ മകൻ മരണപ്പെട്ടു.
മരണപ്പെട്ട സന്ദർഭത്തിൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ അവസ്ഥയനുസരിച്ച് ഈ പെൺകുട്ടി തീരുമാനിച്ചു തൻ്റെ ഗർഭാശയത്തിലുള്ള ഈ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന്. ആ പെൺകുട്ടിയുടെ വീക്ഷണത്തിൽ, ഇന്ത്യയിലെ സാഹചര്യത്തിൽ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒന്നും തന്നെ തെറ്റ് എന്ന് പറയാൻ നമുക്ക് മാർഗമുണ്ടാവില്ല. അതേസമയം മാതാപിതാക്കൾ കെഞ്ചി പറഞ്ഞു, കുട്ടി, മരുമകളെ, ഞങ്ങൾക്കാകെ പ്രതീക്ഷയുള്ളത് ഞങ്ങളുടെ മകന്റെ ബീജമായി, ഞങ്ങളുടെ അനന്തരാവകാശിയായി, ഞങ്ങളെ മകനെ കാണുന്നതിന് പകരമായി ഞങ്ങൾക്കാകെ പ്രതീക്ഷയുള്ളത് നിന്റെ ഗർഭാശയത്തിൽ വളരുന്ന ഈ കൊച്ചു കുഞ്ഞാട്. ആ കുഞ്ഞിനെ ഒന്ന് പ്രസവിച്ചു തരാൻ നിനക്ക് എത്ര കോടി വേണമെങ്കിലും ഞങ്ങൾ തരാം, പക്ഷെ ഒന്ന് പ്രസവിച്ചു തരണം. എവിടെയാണ് ശരി? എവിടെയാണ് ശരി? കോടതി ആർക്കനുകൂലമായി വർത്തമാനം പറയും? ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. എവിടെ ശരി എവിടെ തെറ്റ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭ്യമല്ല ഭൗതികമായ അളവുകോലുകൾ വെച്ചുകൊണ്ട്. അല്ലേ? എന്താ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സ്വവർഗരതി നിയമം മൂലം അനുവദിക്കപ്പെട്ടു. ശരിയാണോ അത്? തെറ്റാണോ? വ്യഭിചാരം ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ശരിയും തെറ്റും എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള ഉത്തരം, അതാണ് നമ്മൾ പടച്ചോന്റെ മാർഗദർശനത്തിൽ പ്രതീക്ഷിക്കുന്നത്. ആ ഉത്തരങ്ങൾക്കപ്പുറത്ത് ഒരു ഉത്തരമില്ല. ഒരു വസ്തുതയാണ്, ഒരു വസ്തുതയാണ്. ആ ഉത്തരങ്ങൾക്കപ്പുറത്ത് അഭിഷേകമായ ഉത്തരമില്ല. അതിൻ്റെ അർത്ഥം അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പാടില്ല എന്നല്ല. ചിന്തിക്കാവുന്ന ഒരുപാട് മേഖലകൾ ഈ പ്രപഞ്ച സീമക്കകത്ത് നമുക്ക് അന്വേഷിക്കാവുന്ന മേഖലകൾ ഒരുപാടുണ്ട്. പക്ഷേ അവിടെ അന്വേഷിക്കാൻ കഴിയാത്തൊരു മേഖല, അവിടെ പരിശുദ്ധ ഖുർആൻ ഇടപെടും, പ്രവാചകന്റെ സുന്നത്ത് ഇടപെടും. അവിടെയാണ് ഇസ്ലാം പ്രസക്തമാകുന്നത്. അതൊരിക്കലും തന്നെ ജഡത്വമല്ല ബിജു കരുതുന്നത് പോലെ ജഡത്വമല്ല. ഖുർആൻ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, ചുറ്റുപാടിനെ കുറിച്ച് അറിയണം, കൂടുതൽ അറിവിലേക്ക് ഊളിയൂളി ചെല്ലണമെന്നാണ്. എങ്ങനെയാണ് ഖുർആൻ ജഡത്വമാവുക? അതേസമയം നിങ്ങൾ അറിവിലേക്ക് ഊളിച്ചിട്ട് ചെല്ലുമ്പോൾ ആ അറിവ് അവസാനിക്കുന്നിടത്ത് നിങ്ങൾ ഖുർആന്റെ മാർഗദർശനം സ്വീകരിക്കണമെന്ന്. നിങ്ങൾക്ക് ജനിതകത്തെക്കുറിച്ച് പഠിക്കാം, ജീനോമിക്സ് ഉണ്ടാക്കാം, ജീനുകളെ രേഖീകരിക്കാം. പക്ഷേ ജീനുകൾ രേഖീകരിച്ചിട്ട് ഇന്ത്യക്കാരനല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് ദേഷ്യമുള്ള ഏതെങ്കിലും എത്നിക് സ്പെഷ്യാലിറ്റികളുള്ള ആളുകളുടെ പ്രത്യേകമായ ജീനുകൾ എടുത്ത് ആ ജീനിനെ നശിപ്പിക്കുവാൻ ആവശ്യമായ രോഗങ്ങളെ സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞനാണെങ്കിൽ എന്നോട് രാഷ്ട്രം പറയുമ്പോൾ എന്നോട് ഖുർആൻ പറയും, പാടില്ല, നിനക്കത് പാടില്ല. മറ്റൊരാളെ അനാവശ്യമായി ഉപദ്രവിക്കുവാനുള്ള ഒരു മാർഗമുണ്ടാക്കാൻ നിനക്ക് പാടില്ല എന്ന്. അത് എൻ്റെ ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല. ജനിതകം ശാസ്ത്രത്തിന് പറയാൻ കഴിയും, ജിനോമിക്സിനെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിയും. പക്ഷേ ആ വിജ്ഞാനം മറ്റൊരാളെ നശിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തരുത് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് പടച്ചോന്റെ മാർഗദർശനം വേണം. അതാണ് ഖുർആനിലൂടെ സുന്നത്തിലൂടെ ഞാൻ നേടുന്നത്. അതല്ലാതെ അവിടെ ഒരു ജഡത്വമല്ല. അവിടെ പൗരോഹിത്യം പലപ്പോഴും എന്തിനേയും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്ലാമിനെയല്ല, ഖുർആനെ മാത്രമല്ല, എല്ലാ മതങ്ങളെ മാത്രമല്ല, ഭൗതിക ദർശനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടക്ക് മരിച്ചത് യുദ്ധങ്ങളിലല്ല. നിങ്ങൾ പഠിക്കണം. എന്താ? ഭൗതിക ദർശനങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവങ്ങളിലൂടെയാണ്. നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ മരണപ്പെട്ടത് കമ്മ്യൂണിസം പോലെയുള്ള ഭൗതിക ദർശനങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവങ്ങളിലൂടെയും അവർ നിർമ്മിച്ചെടുത്ത ക്ഷാമങ്ങളിലൂടെയുമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഞാനത് അവരെ കേവലമായി രാഷ്ട്രീയമായി വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. അവിടെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രം ഭൗതിക ദർശനങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. ആ ഭൗതിക ദർശനങ്ങളുടെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ആ സ്വാർത്ഥികൾ തെറ്റാണ് എന്ന് പറയൂ. പക്ഷെ ആ സ്വാർത്ഥതയ്ക്ക് ഭൗതിക ദർശനത്തിന്റെ അടിത്തറകൾ നിമിത്തമായിട്ടുണ്ടെങ്കിൽ ആ ദർശനം അപകടകരമാണ് എന്ന് പറയൂവെന്ന് മാത്രം. ഇവിടെ ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തവും
ആത്മാർത്ഥമായ ഞാൻ പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് തുറന്ന് വിമർശിക്കാം. ഇസ്ലാമിൻ്റെ ഒരു സിദ്ധാന്തവും ഒരാളെയും ആക്രമിക്കുന്ന, ഒരാളെയും ചൂഷണം ചെയ്യുന്ന, ഒരാളെയും പീഡിപ്പിക്കുന്ന, ഒരാളെയും മർദ്ദിക്കുന്ന, ഒരാളെയും ചങ്ങലക്കിടുന്ന ഒരു സിദ്ധാന്തവും ഇസ്ലാമിൻ്റെതായില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അങ്ങനെയെല്ലാം ഉപയോഗിക്കപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം. അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല എന്നാണ് ഉത്തരം. ഖുർആൻ ഉണ്ടായ കാലത്ത് സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു വ്യക്തി എന്തെങ്കിലും അസുഖം മൂലം മരണത്തിൻ്റെ അറ്റത്താണെങ്കിൽ മറ്റൊരാൾ അയാളുടെ ഹൃദയം കിട്ടിയാൽ ജീവിക്കുമെങ്കിൽ ആ മരണപ്പെടാൻ പോകുന്ന ആളുടെ ഹൃദയം എടുത്ത് ഹൃദയം മറ്റൊരാൾക്ക് വെച്ചാൽ ആ വയ്യാതെ കടന്ന് ഹൃദയമെടുത്ത ആൾ മരണപ്പെടുന്നുണ്ടോ? അതോ ആ ഹൃദയം വെച്ച ആളാണോ ജീവിച്ചിരിക്കുന്നത്? എന്നാൽ ഹൃദയത്തിന്റെ ഉടമയാണോ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും വ്യക്തമായ ഒരു രീതിയിൽ ഈ ഖുർആൻ വിശദീകരിക്കുന്നുണ്ടോ? മരിക്കാനായ ഒരാളെ കൊന്നുകൊണ്ട് അയാളുടെ അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ടോ എന്ന്. ഖുർആൻ എൻ്റെ സുഹൃത്ത് നിരീക്ഷിച്ചതുപോലെ തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലെ പ്രശ്നങ്ങളോടാണ് നേർക്ക് നേരെ പ്രതികരിക്കുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങളുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് എക്കാലഘട്ടത്തിലെയും പ്രശ്നങ്ങളെ അപഗ്രഥിക്കണം എന്നാണ് ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഉദാഹരണത്തിന് മദ്യം ഹറാമാണ് എന്ന് ഖുർആൻ പറയും. മദ്യം ഹറാമാണ് എന്നാ പറഞ്ഞത്. അവിടെ മദ്യം ഹറാമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ബ്രൗൺ ഷുഗർ തെറ്റാണോ ശരിയാണോ എന്ന ചോദ്യം ബ്രൗൺ ഷുഗർ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാവുന്നതാണ്. അപ്പോ ബ്രൗൺ ഷുഗർ ശരിയല്ല എന്ന് ഖുർആനിൽ എവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരം മദ്യം എന്തുകൊണ്ട് തെറ്റായി എന്ന് ഖുർആനും ഹദീസുകളിൽ നിന്നും മനസ്സിലാകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ബ്രൗൺ ഷുഗറിന്റെ സ്വഭാവം മനസ്സിലാക്കി അതിലേക്ക് നിർദ്ധരിച്ചെടുത്താൽ അതിന്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. ഇതേപോലെയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ വിഷയത്തിലുമുള്ള ഉത്തരം. ഒരാളെ കൊന്നുകൊണ്ട്, അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ എൻ്റെ തുടക്കം എന്നുള്ള നിലക്ക്, മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അവിടെ നമ്മുടെ ഒരു സങ്കല്പനമുണ്ട്. അയാൾ ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞു, അല്ലെങ്കിൽ അയാൾ മരിക്കുന്ന ഉറപ്പായി കഴിഞ്ഞു, അതുകൊണ്ട് എടുത്തൂടെ എന്നാണ്. ഈ ഉറപ്പാക്കുന്നത് ആരാ? ബിഷഗറിനാണ് ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സൊസൈറ്റിയാണ് ഉറപ്പാക്കുന്നത്. ഈ ഉറപ്പാക്കുന്നതിൻ്റെ പിന്നിൽ ഉണ്ടാകാൻ പോകുന്ന ചൂഷണങ്ങളെ ആർക്ക് തിരിച്ചറിയാൻ കഴിയും? നമുക്ക് ഇന്നത്തെ തന്നെ അവസ്ഥ അറിയാലോ. ഇപ്പൊ നിങ്ങൾക്ക് ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കുംഭകോണം അവയവങ്ങളുടെ കുംഭകോണം. ലോകത്തെ അറിയപ്പെടുന്ന പല കോടീശ്വരന്മാരും അവയവ കുംഭകോണത്തിലൂടെ കോടികൾ ഉണ്ടാക്കിയ ആളുകളാണ്. എങ്ങനെ അവയവ കുംഭകോണം നടക്കുക? അവയവദാനം എന്നുള്ള പേരിൽ നടക്കുന്ന പലതും അവസാനം കുംഭകോണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്നർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഒരാൾ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ഒരവയവം അയാളുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അയാളെ കൊന്നുകൊണ്ട് ആ എടുത്തു മാറ്റാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഇസ്ലാമിന്റെ ഉത്തരം പറ്റില്ല എന്ന് തന്നെയാണ്. ഇത് ഒരുപാട് സാധ്യതയല്ലേ, ഇയാൾ ജീവിക്കും ഉറപ്പല്ലേ, ഇയാൾ ജീവിക്കൂല, അതുകൊണ്ട് ഇയാൾ ഏതായാലും മരിക്കാൻ പോവല്ലേ എന്നല്ല നമുക്ക് ന്യായീകരണം ഉണ്ടാക്കാം. ഇയാൾ മരിക്കാൻ പോവാണെന്ന് ആരെയാ പറഞ്ഞത്? അയാൾക്ക് വളരെ മാരകമായ രോഗമാണ്. ആ രോഗത്തിന് വളരെ പെട്ടെന്നൊരു ചികിത്സ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. അയാൾ 2 ദിവസം കൂടി ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർമാരെല്ലാം എഴുതി.
2 ദിവസം കൂടി ജീവിക്കുള്ളൂ എന്ന് വിധി എഴുതിയതിന്റെ ഇടക്ക് മക്കളെല്ലാവരും കൂടി സമ്മതിച്ചു. അയാൾ ഏതായാലും ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പോ അയാളുടെ കൊന്നുകൊണ്ട് അയാളുടെ ഹൃദയം മുറിച്ചിട്ട് വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് വിചാരിക്കുക. പിറ്റേന്ന് പത്രത്തിലെ ഒരു ന്യൂസ് എന്താ, ഈ അസുഖത്തിന്, ഇയാളുടെ മാരകമായ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. സംഭവിക്കാം. അപ്പൊ ഈ മക്കൾ എവിടെയാ നിൽക്കുക? ഈ ചെയ്ത മക്കളോ, ഈ ഡോക്ടർമാരോ, ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, ബിജുവിനെ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് ശരി തോന്നാം. പക്ഷേ ആ ശരിക്കപ്പുറത്തുള്ള ശരികളറിയാവുന്ന പടച്ചവൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരാളെ കൊന്നുകൊണ്ട് മറ്റൊരാളെ ജീവിപ്പിക്കാൻ ഇസ്ലാം അനുവദിച്ചില്ല. അതിന് എത്ര നന്മകൾ എന്ന് നമ്മൾ കണ്ടാലും ആ നന്മകളിൽ നന്മയില്ല എന്ന് തന്നെയാണ് ആ രംഗത്തുള്ള ഇസ്ലാമികമായ വീക്ഷണം. അസ്സലാമു അലൈക്കും. ഞാൻ സർ, എൻ്റെ ചോദ്യം ഞാൻ അവിടെ എത്തിച്ചിരുന്നു, വായിച്ച് കണ്ടില്ല. അതുകൊണ്ട് എനിക്കിവിടെ ഒന്ന് പറയേണ്ടി വരാണ്. സർ, സൃഷ്ടികളുടെ കാര്യങ്ങളിലൂടെ നോക്കിയാൽ ദൈവം സത്യമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ എൻ്റെ അറിവ് പരിമിതമാണ് എങ്കിലും പടച്ചവനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു രൂപം പോലും മനസ്സിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് മ്ലേച്ഛമായ മനസ്സാണ് എന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അത് മനസ്സിനെ ധരിപ്പിക്കാനായിട്ട് സാധിക്കും? പ്രത്യേകിച്ച് പടച്ചവനെ പറ്റി പറയുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അവൻ എന്ന സർവനാമം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിനെ അത് പറഞ്ഞ് ധരിപ്പിക്കാനായിട്ട് സാധിക്കുക? സഹോദരിയുടെ ചോദ്യം, പടച്ചവനെ സൃഷ്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ പടച്ചവനെ കുറിച്ച് നമ്മൾ മനസ്സിൽ സാങ്കല്പിക ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? അതോടൊപ്പം തന്നെ ഈ പടച്ചവനെ അവൻ എന്ന സർവനാമം ഉപയോഗിച്ച് വിളിക്കുന്നു, അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇവിടെ ഒന്നാമത്തെ പ്രശ്നം. മനസ്സിലേക്ക് ഒരു രൂപത്തിലേക്ക് സങ്കല്പിക്കാൻ പടച്ചവനെ പാടുണ്ടോ എന്ന്. ഇവിടെ ഒന്നാമതായി നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം 100% സത്യസന്ധമായ ഒരു ആദർശം. ഇസ്ലാം 100% പ്രകൃതിപരമായ ഒരു ആദർശവുമാണ്. സത്യസന്ധമായ ഒരു ആദർശം എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് ഇസ്ലാം പറയില്ല. ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് ഇസ്ലാം കൽപ്പിക്കുകയുമില്ല. പടച്ചവനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് എന്ന്. അവനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല, അവന് സമാന്തരന്മാരില്ല, അവനെ ഒന്നുമായും സാദൃശ്യപ്പെടുത്താൻ സാധ്യമല്ല. അവനെ സാദൃശ്യപ്പെടുത്താൻ പ്രപഞ്ചത്തിലെ ഒന്നുമായും സാധ്യമല്ലെങ്കിൽ പിന്നെ അവനെ കുറിച്ചുള്ളൊരു സാങ്കല്പിക ചിത്രമുണ്ടാക്കാൻ എങ്ങനെ കഴിയും? അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മൂർത്തി മനസ്സിൽ വരികയാണെങ്കിൽ അത് പ്രാപഞ്ചിക വസ്തുവാണല്ലോ. ആ പ്രാപഞ്ചിക വസ്തുവിനെ താരതമ്യം ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മൂർത്തിയെ മനസ്സിൽ കൊണ്ടുവരാൻ കൽപ്പിക്കുക, അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റും? ആ മൂർത്തി എന്ന് പറയുമ്പോൾ അയാൾ പിന്നെ ഒരു വിഗ്രഹം എന്ന് മാത്രം കരുതേണ്ടതില്ല. എന്താണെങ്കിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യനോ അതല്ലെങ്കിൽ ഒരാൾ ദൈവമോ വിഗ്രഹമോ ശവകുടീരമോ എന്ത് തന്നെയാണെങ്കിലും ഇവിടെയാണ് ഇസ്ലാം പറയുക, പടച്ചവനെ നിങ്ങൾ ഓർക്കുമ്പോൾ, പടച്ചവനെ കുറിച്ച് പറയുമ്പോൾ, പടച്ചവനെ മനസ്സിലാക്കുമ്പോൾ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെയാകണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെയാണ് പടച്ചവനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള നാമഗുണ വിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ
മനസ്സിലൊരു മൂർത്തിയും കടന്നു വരാതെ, മനസ്സിലൊരു രൂപവും കടന്നു വരാത്ത രൂപത്തിൽ തന്നെ പടച്ചവനെ അറിയാനും പടച്ചവൻ ആരാധനകൾ നിർവഹിക്കാനും കഴിയും. അതേസമയം ഇത് ഒരു സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായ മനസ്സുള്ള ആളുകൾക്ക് തീർച്ചയായും സൃഷ്ടികളുടെ മൂർത്തികളെ പുറത്ത് കടത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ പടച്ചവൻ ആരാധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഷഹാദത്ത്, അടിസ്ഥാനപരമായ സാക്ഷ്യവചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സാക്ഷ്യവചനം. അതെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ സവിശേഷത? അത് 2 പകുതികൾ ഉൾക്കൊള്ളുന്നു, അതല്ലെങ്കിൽ 2 വചനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. ഒന്നാമത്തെ വചനം ലാ ഇലാഹ എന്നാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ആരാധ്യനുമില്ല എന്ന്. മനസ്സിലുള്ള എല്ലാ ആരാധ്യന്മാരെയും എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാൻ, മനസ്സിലുള്ള സകല ആരാധ്യന്മാരെയും എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അതിനുശേഷം സൃഷ്ടികർത്താവ് മാത്രമാണ്, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വം മനസ്സിലേക്ക് കൃത്യമായി സന്നിവേശിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്, ഇസ്ലാം ചെയ്യുന്നത്. ആ മനസ്സിൽ നിന്ന് ഇതുവരെ ആരാധിക്കപ്പെട്ടിരുന്ന സകല വിഗ്രഹ ശവകുടീര വ്യാജ ദൈവങ്ങളെയും പുറത്താക്കി കഴിഞ്ഞാൽ മാത്രമേ പടച്ചവൻ അറിയേണ്ട രൂപത്തിൽ അറിയാൻ കഴിയൂ എന്നതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിലെ സാക്ഷ്യവചനം നിഷേധത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇസ്ലാമിലെ സാക്ഷ്യവചനം നിഷേധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടില്ലല്ലാ എന്ന്. സഹോദരി, മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എല്ലാ സൃഷ്ടികളെയും നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തിറക്കി സട്ടാവിനെ പരിശുദ്ധ ഖുർആൻ പറയുന്ന നാമഗുണ വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അവനെ ആരാധിക്കുമ്പോൾ ഒരിക്കലും തന്നെ മനസ്സിലേക്ക് ഒരു മൂർത്തി കടന്നു വരുന്ന പ്രശ്നമില്ല എന്നാണ് അക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, പടച്ചവനെ അവൻ എന്ന സർവനാമം ഉപയോഗിച്ചുകൊണ്ട് വിളിക്കുന്നു എന്ന്. ഇവിടെ സർവനാമം 3 സർവനാമങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് അവനാണ്, മറ്റൊന്ന് അവളാണ്, മറ്റൊന്ന് അത്. ഇത് 3 ഉണ്ടാവുക സർവനാമങ്ങളായി. ഈ 3 എണ്ണത്തിൽ ഏതാണ് പടച്ചവനെ വിളിക്കാൻ ഏറ്റവും അനുയോജ്യമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ അറബി ഭാഷയിൽ ഹുവ എന്നോ ഹു എന്നോ പറയുന്ന അവന് തുല്യമായ അറബി ശബ്ദം, അത് ഒന്നുകിൽ പുരുഷലിംഗത്തെ കുറിക്കാൻ, അതല്ലെങ്കിൽ ലിംഗമില്ലാത്ത അവസ്ഥയെ കുറിക്കാൻ, നപുംസക ലിംഗത്തെ കുറിക്കാൻ ഉപയോഗിക്കും. അവൾ എന്നുള്ളത് സ്ത്രീലിംഗത്തെ കുറിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുക. അത് എന്നുള്ളത് ജീവനില്ലാത്ത വസ്തുക്കളെ പറയുവാൻ മാത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ പടച്ചവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ എന്ന് പറയുമ്പോൾ പടച്ചവൻ പുരുഷനാണ് എന്ന് അർത്ഥമാകുന്നില്ല. ലിംഗമില്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലിംഗ സങ്കല്പങ്ങൾക്ക് അതീതമാണ് പടച്ചവൻ എന്നുള്ളതാണ് വസ്തുത. പിന്നെ എന്തുകൊണ്ട് അവൻ ഉപയോഗിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുള്ളതുകൊണ്ട്. അത് മറ്റെന്തെങ്കിലാണ് ഉപയോഗിച്ചതെങ്കിലോ, അവളെന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഹിയാന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി അതൊരു പെൺദൈവമാണെന്ന്. പെണ്ണിന് മാത്രമേ, സ്ത്രീലിംഗത്തെ കുറിക്കാൻ മാത്രമേ ഹിയ എന്നോ ഹാ എന്നോ ഉപയോഗിക്കൂ. അതേപോലെ തന്നെ അത് എന്ന് പറഞ്ഞാൽ ഉറപ്പായി അത് ജീവനില്ലാത്ത വസ്തുവാണ് എന്ന്. ജീവനില്ലാത്ത വസ്തുവല്ല പടച്ചവൻ എന്നുള്ളത് കൊണ്ട് തന്നെ അത് പടച്ചവനക്ക് ഉപയോഗിക്കാൻ പാടില്ല. പടച്ചവൻ ജീവനെ പൂർണ്ണമായി നിലനിൽക്കുന്ന അസ്തിത്വമാണ് പടച്ചവൻ്റേത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ജീവൻ പൂർണ്ണമായ രൂപത്തിൽ, പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ എന്ന് പ്രയോഗിക്കുമ്പോൾ അത് പുരുഷലിംഗാധിഷ്ഠിതമാണ് എന്ന് ധരിക്കേണ്ടതില്ല. മറിച്ച് അവന് ലിംഗഭേദങ്ങളില്ല. ഈ പ്രപഞ്ചത്തിലെ യാതൊന്നുമായും അവനെ താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായും ലിംഗഭേദവും അവനുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് മുഹമ്മദ് സലീം. ഇവിടെ ദൈവം സത്യമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ജനാബ് സുബൈർ സാഹിബ് വളരെ മനോഹരമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സാധാരണഗതിയിൽ
ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെക്കുറിച്ച് സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കണം എന്ന അനുമാനാസ്പദമായ അറിവ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ദൈവമുണ്ട് എന്ന ഹഖുൽ യഖീൻ വളരെ ദൃഢമായി അനുഭവജ്ഞാനത്തിലൂടെ ലഭ്യമാകുന്ന അറിവ്, ഇത് ഇപ്പോൾ അക്ബർ സാഹിബ് ഇവിടെ വിശദീകരിച്ച ദൈവത്തിൻ്റെ വിശേഷണ ഗുണത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം മുത്തക്കല്ലിമും അഥവാ സംസാരിക്കുന്നവനാണ് എന്ന അവൻ്റെ ഗുണവിശേഷണത്തിലൂടെ ആദം അലൈഹിസ്സലാം മുതൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരെയുള്ള 1,24,000 പ്രവാചകന്മാർക്കും ജീവനുള്ള ദൈവമുണ്ട് എന്ന് വ്യക്തമാകുന്ന ദൈവത്തിൻ്റെ സംഭാഷണം അഥവാ ഇൽഹാം, വഹി, കശ്ഫ് പോലുള്ള സ്പിരിച്വൽ മീഡിയ, ആത്മീയമായ ഈ സംഭവങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം 1400 വർഷങ്ങളായിട്ടും ഇനി ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിലും ദൈവത്തിൽ നിന്ന് അഥവാ ഞാൻ ജീവനുള്ള ദൈവമുണ്ട് എന്ന് ഈ മനുഷ്യ സൃഷ്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള ഇൽഹാമോ വഹിയോ ഇനി ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ എന്ന് അക്ബർ സാഹിബും സുബൈർ സാഹിബും ഉൾക്കൊള്ളുന്ന മുഴുവൻ മുസ്ലിം സമൂഹത്തിൽ ആർക്കെങ്കിലും ഇൽഹാം ലഭിച്ചതായിട്ട് പറയാൻ കഴിയുമോ? വഹി ഉണ്ടായതായിട്ട് ആധികാരികമായിട്ട് പറയാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത്, ദൈവം ഉണ്ടാവണമെന്ന അനുമാന അധിഷ്ഠിതമായ ആ ഒരു സംശയാസ്പദമായ വിശ്വാസവുമായി ഒരു മനുഷ്യൻ ഈ ലോകത്ത് മരിച്ചു പോവുക എന്നത് ദൈവമുണ്ട് എന്ന് സമർത്ഥിക്കാൻ ഒരിക്കലും സാധ്യമല്ലല്ലോ എന്നതാണ് എൻ്റെ ചോദ്യം. ശാസ്ത്രീയമായ വിഷയാവതരണത്തിൽ പറഞ്ഞ പടച്ചവനുണ്ട് എന്ന സമർത്ഥനം, പടച്ചവനുണ്ടാകാമെന്ന അനുമാനാസ്പദമായ അറിവ് മാത്രമേ പ്രദാനം ചെയ്യുന്നുള്ളൂ എന്നും, എന്നാൽ ദൃഢമായ പടച്ചവൻ ഉണ്ട് എന്ന അറിവ് ലഭിക്കണമെങ്കിൽ പടച്ചവൻ്റെ വെളിപാട് ആവശ്യമാണ് എന്നും, ആ വെളിപാട് ഇന്ന് ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നും, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ ദൃഢമായ ജ്ഞാനം ലഭിക്കുക എന്നുമാണ് ബഹുമാന്യനായ സുഹൃത്തിൻ്റെ ചോദ്യം. ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ പടച്ച തമ്പുരാനെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിത്തറ അത് കൃത്യമായ സംശയരഹിതമായ ദൃഢമായ അറിവിൻ്റെ അടിത്തറ വെളിപാട് തന്നെയാണ്. ആ വെളിപാട് വഹി, പക്ഷേ ആ വഹി മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ അന്വേഷിച്ച് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അസ്തിത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ്. ഇവിടെ വിഷയം നിങ്ങൾക്കറിയാം, പടച്ചവനെ ബോധ്യപ്പെടലല്ല, പടച്ചവൻ സത്യമാണോ മിഥ്യയാണോ എന്ന്. മിഥ്യയാണ് എന്നൊരു വാദം നിലനിൽക്കുന്നിടത്താണ് നമ്മൾ സംസാരം തുടങ്ങുന്നതിനർത്ഥം. അതുകൊണ്ടാണ് മിഥ്യയാണ് എന്ന വാദക്കാർ അവരുടെ ഭൂമികയായി ഉപയോഗിക്കുന്ന ശാസ്ത്രം, പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, അതുപയോഗിച്ചുകൊണ്ട് പടച്ചവൻ മിഥ്യയല്ല സത്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് പടച്ചവനുണ്ട് എന്നും പടച്ചവന്റെ നാമഗുണ വിശേഷണങ്ങളെല്ലാം ഇവ തന്നെയാണ് എന്നുമെല്ലാം ഉള്ളതിനുള്ള നമ്മുടെ മുന്നിലുള്ള തെളിവ് ദൃഢമായ ജ്ഞാനം തന്നെയാണ്. ആ ജ്ഞാനം
വഹി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വഹി, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന വഹി. ഈ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അവസാനിച്ചു. പടച്ചവനിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള വഹി, പ്രവാചകന്മാരിലൂടെ ലഭിക്കപ്പെട്ട വഹി, ആ വഹിയുടെ നൈരന്തര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അവസാനിച്ചു. ഇനി വഹിയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട 1,00,000-ലധികം വരുന്ന സ്വഹാബിമാർ, അവർ ദൃഢമായി തന്നെ പടച്ചവനെ മഅരിഫത്തോടു കൂടി തന്നെ പടച്ചവനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ദൃഢമായി തന്നെ വിശ്വസിക്കുകയും ചെയ്ത പടച്ചവനിൽ. അവരുടെ ഇൽമ് പരിമിതമാണ് എന്ന് ലോകത്തൊരു മനുഷ്യനും വിചാരിക്കുന്നില്ല. അവർക്ക് വഹിയുണ്ടായിരുന്നില്ലെങ്കിലും പ്രവാചകനെ പരിശോധിക്കുകയും പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനെ പരിശോധിക്കുകയും ചെയ്ത് ഇവ ദൈവീകമായ വെളിപാടുകളാണ് എന്ന പൂർണ്ണ ബോധ്യം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ പറയുന്നത് യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ അവർ പടച്ചവനെ മനസ്സിലാക്കുകയും പടച്ചവനെ ഉൾക്കൊള്ളുകയും ചെയ്ത് അവരുടെ അറിവ് പൂർണ്ണമായിരുന്നു. ആ അറിവിനെ തലമുറകളായി സംപ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായ രൂപത്തിൽ തന്നെ. പ്രവാചകൻ വിട്ടേച്ചു പോയ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും, ഇവ രണ്ടും നമുക്ക് കൃത്യമായി പടച്ചവനെ കുറിച്ചുള്ള അറിവ് നൽകുന്നു. ആ അറിവിനപ്പുറത്തൊരു ഇൽഹാമോ വഹിയോ ഉണ്ടാകാവുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ല. പ്രവാചകൻ പറഞ്ഞത്, ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, നിങ്ങൾ അവയാണ് മുറുകെ പിടിക്കേണ്ടത് എന്നാണ്. ഏത് വിഷയത്തിലാണെങ്കിലും അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്നാ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾക്കെല്ലാം വ്യക്തിപരമായി ഇനിയും ഇൽഹാമും വഹിയും വരാൻ പോകുന്നു, അതിലൂടെയാണ് നിങ്ങൾ ദൃഢമായി പടച്ചവനെ മനസ്സിലാക്കേണ്ടത് എന്നല്ല. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലിഹി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അവ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ ഒരു വിഷയത്തിലും നിങ്ങൾ പിഴച്ചു പോവില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിവിന്റെ വിഷയത്തിൽ, ആ അള്ളാഹുവിന്റെ മാർഗദർശനത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിൽ നിന്നുള്ള ധർമ്മങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പാഠങ്ങളുടെ വിഷയത്തിൽ ഒന്നും നിങ്ങൾ പിഴച്ചു പോവില്ല. അതെന്താ? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അവ രണ്ടും പൂർണ്ണമായി നമ്മുടെ മുന്നിൽ അവശേഷിച്ചിരിക്കുന്നു. നമ്മുടെ ദൃഢമായ അറിവിന്റെ മാനദണ്ഡം ആ വെളിപാടാണ്. ഇനി വൈയക്തികമായി ഒരാൾക്ക് ഉണ്ടാകുന്നു എന്ന് അയാൾ അവകാശപ്പെടുന്ന ഇൽഹാമോ, ഒരാൾക്ക് തോന്നുന്ന വഹിയാണെന്ന് തോന്നുന്നതോ അയാൾക്ക് മാത്രം ഉണ്ടാകുന്ന അനുഭവമാണ്. ആ അനുഭവം ആരിൽ നിന്നുള്ളതാണ് എന്ന് പോലും പരിശോധിക്കാൻ അയാളുടെ അടുത്ത് മാർഗമൊന്നുമില്ല. അത് പിശാചിൽ നിന്നുള്ളതാണോ പടച്ചവനിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം എന്താണ്? തീർച്ചയായും ഇൽഹാം ഉണ്ടാകാം, വഹി ഉണ്ടാകുകയില്ലെങ്കിലും. പക്ഷെ ഇൽഹാം ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിൽ പടച്ചവൻ എന്തെങ്കിലും തോന്നിപ്പിക്കുക എന്ന ഇൽഹാം ഉണ്ടായാൽ പോലും അത് പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന മാനദണ്ഡമായി, ആ ഇൽഹാമിനേക്കാൾ വലിയൊരു സാധനമാണല്ലോ ഇൽഹാമിനെ അളക്കാനുള്ള മാനദണ്ഡം. ആ മാനദണ്ഡമായി പഠിപ്പിക്കപ്പെട്ടുള്ളത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സഹിയായ സുന്നത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടിസ്ഥാനപരമായി പടച്ചവനെ അറിയാനുള്ള, മനസ്സിലാക്കാനുള്ള, ഉൾക്കൊള്ളുവാനുള്ള മാനദണ്ഡം ഈ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതിനപ്പുറത്തുള്ള വൈയക്തികമായ അനുഭവങ്ങളല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ള വഹി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അക്ബർ സാഹിബ് പറഞ്ഞ പ്രമാണമാണ് നമുക്ക് അടിസ്ഥാനം, പ്രമാണം തന്നെയാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇനി വഹി ഉണ്ടാകുകയില്ല എന്ന് ഏത് പ്രമാണത്തിൽ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏത് വചനത്തിലൂടെയാണ് ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുമായി സംസാരിക്കുന്നതല്ല എന്ന് പറയുന്ന വല്ല വചനവും ഖുർആനിലുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരിക, അല്ലെങ്കിൽ പറഞ്ഞു തരിക. ഞാൻ പ്രമാണമായി ഉദ്ധരിക്കുന്നത് സൂറത്ത് ഹാമീം സജ്ദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലസീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക
അല്ലാ തഖാഫു വലാ തഹ്സനു വ അബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദു നഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറത്തി. അതായത് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറയുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങുക തന്നെ ചെയ്യും. അവർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കും. എന്നിട്ട് ആ മലക്കുകൾ പറയും, നെഹ്നു ഔലിയാക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്മാരാകുന്നു, ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലും, ഫിൽ ആഖിറത്തി, പരലോകത്തും. അപ്പൊ ഈ ദുനിയാവിൽ മലക്കുകൾ വന്നുകൊണ്ട് അള്ളാഹു ആണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ മലക്ക് വരുമെന്നും അവർ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ വന്നുകൊണ്ട് സമാശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമായി പ്രമാണം പറയുമ്പോൾ അതിന് വിരുദ്ധമായി ഇനി മലക്കുകൾ വരില്ല എന്നും അല്ലെങ്കിൽ വഹി ഉണ്ടാകുകയില്ല എന്നും പറയാനുള്ള പ്രമാണം വിശുദ്ധ ഖുർആനിൽ ഏത് വചനമാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ വഹി നിലച്ചു എന്നുള്ളതിന് എന്താണ് പ്രമാണം എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. പരിശുദ്ധ ഖുർആനിൽ മലക്കുകൾ വരുമെന്നും മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുമെന്നുമെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ദുനിയാവിലും മരണാനന്തരവും നിങ്ങൾക്ക് ഞങ്ങളാണ് ഔലിയാക്കൾ എന്ന് പറയും എന്ന് മലക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിരന്തരമായി എല്ലാവർക്കും മോമിനുകൾക്ക് വഹി ലഭിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പ്രവാചകന്മാർക്ക് വഹി നൽകുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. മലക്കുകളുടെ പ്രത്യേകമായ സന്തോഷ വാർത്ത പ്രവാചകന്മാർക്കല്ലാത്തവർക്കും ഉണ്ടാകാമെന്നും ആ പ്രവാചകന്മാർക്കല്ലാത്തവർക്കുണ്ടാകുന്ന സന്തോഷ വാർത്തയെ ആ സന്തോഷ വാർത്ത പല തലങ്ങളിലും പല തരങ്ങളിലും ഉണ്ടാകാമെന്നും ഖുർആൻ പല തവണ വ്യക്തമാക്കുന്നുണ്ട്. അതിന് പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനുണ്ടായ പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ ഇൽഹാമിനെ കുറിച്ചുള്ള, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനോട് നേർക്കുനേരെ തന്നെ വന്ന് മലക്കുകൾ സംസാരിച്ചതായിട്ടുള്ള സംസാരങ്ങളെല്ലാം ഇത് അക്കാലഘട്ടത്തിൽ പ്രത്യേകമായ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. പക്ഷേ ഇവിടെ എൻ്റെ സുഹൃത്ത് ഇവിടെ ഓതി വെച്ച സൂറത്ത് ഹാമീം സജദയിലെ വചനങ്ങൾ, ആ വചനങ്ങളെ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനത്തിൽ നിന്ന് വ്യാഖ്യാനം പഠിച്ചിട്ടുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്, പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അടക്കം എടുത്തുദ്ധരിക്കുന്നത് ഇത് മരണത്തിന്റെ സമയത്തുള്ള മലക്കുകളുടെ പ്രത്യേകമായ സംസാരമാണ് എന്നാണ്. അവിടെ തീർച്ചയായും ഒരു പ്രതിവാദമുണ്ടാകും, ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിലും എന്ന് പറഞ്ഞല്ലോ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലും മലക്കുകൾ നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നമുക്ക് കൂട്ടുകാരായി പടച്ച തമ്പുരാൻ മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അത് മലക്ക് വഹി നൽകിക്കൊണ്ടല്ല, അഭൗതികമായ രൂപത്തിൽ മലക്കിനെയും ജിന്നിനെയും കൂട്ടുകാരായി രണ്ട് ഖരീനുകളായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ സത്യവിശ്വാസികൾക്ക് ഈ മലക്ക് അവർക്ക് കൂട്ടുകാരാണ്. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവർക്ക് നല്ല കൂട്ടുകാരാണ്. എന്നാൽ ഈ സന്തോഷ വാർത്ത അറിയിക്കുക എന്നത് പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളുടെ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സന്തോഷ വാർത്ത അറിയിക്കുക എന്നത് മരണത്തിന്റെ സമയത്ത് മലക്കുകൾ കടന്നു വന്നുകൊണ്ടുള്ള സന്തോഷ വാർത്തയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ആർക്കെങ്കിലും വൈയക്തികമായി ഏതെങ്കിലും രൂപത്തിൽ ഉള്ള ഇൽഹാം ഉണ്ടാവുകയില്ല എന്ന് ഉള്ള ഒരു വാദമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആ ഇൽഹാമിനേക്കാൾ ഒരു മുസ്ലിമിന്റെ മുന്നിൽ ഉള്ള പ്രമാണം, ഇൽഹാം പോലും പടച്ചവനിൽ നിന്നുള്ളതാണോ പിശാചിൽ നിന്നുള്ളതാണോ എന്ന് മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡം പോലും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവാചകന്മാരുടെ ശിഷ്യന്മാർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ലോകത്തോളം മുഴുവൻ മനുഷ്യരുടെയും ഈമാൻ ഒരു തട്ടിലും,
മറ്റേ തട്ടിൽ അബൂബക്കറിന്റെ ഈമാനും വെച്ചാൽ അബൂബക്കറിൻ്റെത് കനം തൂങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അള്ളാഹുവിനെ അറിഞ്ഞത് മനസ്സിലാക്കിയത് ഈ രൂപത്തിലുള്ള ഇൽഹാമുകൾ കൊണ്ടല്ല, വഹ്യു കൊണ്ടല്ല, റസൂലുള്ളാഹിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ കൊണ്ടാണ്, പ്രവാചകന്റെ സംസാരം കൊണ്ടാണ്. പിശാച് പോലും ഉമർ വരുന്നിടത്ത് നിന്ന് പേടിച്ച് മാറിക്കളയുമെന്ന് പ്രവാചകന്റെ നാവ് കൊണ്ട് സർട്ടിഫൈ ചെയ്യപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അള്ളാഹുവിനെ അറിഞ്ഞതും അള്ളാഹുവിനെ മനസ്സിലാക്കിയതും ഏതെങ്കിലും രൂപത്തിലുള്ള വൈയക്തികമായ ഇൽഹാമു കൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹിയിൽ നിന്ന് കാര്യം മനസ്സിലാക്കുകയും ഖുർആനിൽ നിന്ന് കാര്യം പഠിക്കുകയും ചെയ്തുകൊണ്ട്. അതാണ് മുസ്ലിമിന്റെ മുന്നിലുള്ള ആ രംഗത്തുള്ള മാനദണ്ഡം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ സ്വാഭാവികമായും വ്യത്യസ്തങ്ങളായ തരീഖത്തുകൾക്കും ആദ്യ തസവുഫിന്റെ ആളുകൾക്കുമെല്ലാം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളതാണ്. അത് ആ തലങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാൻ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാരിസ്. എൻ്റെ ചോദ്യം പരീക്ഷണങ്ങളെ കുറിച്ചാണ്. അള്ളാഹു സർവം അറിയുന്നവനാണ്, അവന് എല്ലാത്തിൻ്റെയും ഫലങ്ങളും എല്ലാം അറിയുന്നവനാണെന്നല്ലോ. അപ്പോൾ ഒരാൾ പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയും അപ്പോൾ അധികാരം അയാളുടെ മേലുള്ള അധികാരം അള്ളാഹുവിൽ തന്നെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പരീക്ഷണ ഫലത്തെക്കുറിച്ചും അതിൻ്റെ ആ പ്രക്രിയയിലെ അധികാരം മൊത്തം അള്ളാഹു തന്നെ ആയതുകൊണ്ട് പരീക്ഷണത്തിന്റെ പ്രസക്തി എന്താണ്? അപ്പോൾ അധികാരം അള്ളാഹുവിനായതുകൊണ്ട് തന്നെ പരീക്ഷണത്തിന്റെ പ്രസക്തി എന്താണെന്നാണ് ചോദ്യം. പരീക്ഷണം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എങ്ങനെയാകുന്നു പടച്ചോൻക്ക് അറിയാത്തതുകൊണ്ട് പടച്ചോൻ അങ്ങനെ പരീക്ഷിച്ചു നോക്കാണ് എന്നല്ല. പടച്ചോൻക്ക് അറിയാത്തത് കൊണ്ട് പടച്ചോൻക്ക് ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ 2 രാസപദാർത്ഥങ്ങൾ ഇട്ട് കൂട്ടി യോജിപ്പിച്ച് നോക്കുന്നത് ആ രാസപദാർത്ഥങ്ങളാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പരീക്ഷിച്ചിട്ട് അതിൽ അതുള്ളത് ആ രാസപദാർത്ഥം തന്നെയാണോ എന്ന് ചില ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്നത് പോലെ അള്ളാഹ്ക്ക് കാര്യം തിരിയാത്തത് കൊണ്ട് ആളുകളെ പരീക്ഷിച്ച് നോക്കുകയാണെന്നല്ല. മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പടച്ചതമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ പ്രയാസങ്ങളാണെങ്കിലുമല്ല, അവൻ എങ്ങനെയായി തീരുമെന്ന്, എങ്ങനെയായി തീരണമെന്ന് പടച്ചവൻ നിർദ്ദേശിച്ച രൂപത്തിൽ തന്നെ അവൻ പോകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അവൻ പോകുന്നുണ്ടെങ്കിൽ അവൻ അതിനുള്ള പ്രതിഫലവും അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷയും നൽകാനാണ്. ഇതാണ് പരീക്ഷണം. ഒരിക്കലും പടച്ചവൻ അറിയാത്തത് കൊണ്ടല്ല. ഇനി അവിടെ വിഷയം എന്താ വെച്ചാൽ പടച്ചവനെല്ലാം അറിയല്ലോ, പിന്നെ എന്തിനാണിത് എന്നാണ്. അതാണല്ലോ ചോദ്യത്തിന്റെ കാതൽ. പടച്ചവന്റെ അറിവ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. പടച്ചവന്റെ അറിവ് നമ്മുടെ തലച്ചോറ് കൊണ്ട് അളക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതല്ല. പടച്ചവന്റെ അറിവ് പരിമിതികൾക്ക് അതീതമാണ്. പരിമിതികൾക്ക് അതീതമായ അറിവ് എൻ്റെ സുഹൃത്തിനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പടച്ചവന്റെ അറിവ് കാലമില്ലാത്ത അറിവാണ്. നമ്മളുടെ അറിവ് കാലനിബദ്ധമാണ്. ഇന്നലെ ഉണ്ടായിരുന്ന അറിവല്ല ഇന്നുള്ളത്. നാളെ ഇങ്ങനെ അറിവ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ അറിവ് കൂടിക്കൊണ്ടിരിക്കും. പടച്ചവൻ അറിവ് കൂടുന്നില്ല, എന്നും ഒരേപോലെയാണ്. എന്നും ഒരേപോലെയായ ഒരു അറിവ് എൻ്റെ സുഹൃത്തിന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ചിന്തിക്കാൻ കഴിയൂല. നമ്മളുടെ അറിവ് സമയബന്ധിതമാണ്. എന്തുകൊണ്ടാ? നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചത്തിലുള്ളതാണ് സമയം. ഈ സമയബന്ധിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പടച്ചവന്റെ അറിവിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അപഗ്രഥിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എൻ്റെ സുഹൃത്ത് വിചാരിക്കുന്ന പ്രശ്നം. പടച്ചവന്റെ അറിവ് എന്നത് നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ട് അപഗ്രഥിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള സമയബന്ധിതമല്ലാത്ത അറിവാണ് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. ആ അറിവിൽ എല്ലാം രേഖപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് എങ്ങനെയാണത് എന്ന് മനസ്സിലാവൂല. അതേസമയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളതാണ്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്
നാളെയാണ് നമ്മുടെ നാളെ കടന്നു വരുന്നത്. ആ ഇന്നും നാളെയുമായി കടന്നു വരുമ്പോൾ ആ സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കുമാണ് പടച്ച തമ്പുരാന്റെ പ്രതിഫലവും ശിക്ഷയുമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പടച്ചവൻ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ സ്വാതന്ത്ര്യമാണ് വസ്തുത നമ്മെ സംബന്ധിച്ചിടത്തോളം. മറ്റേത് വസ്തുതയാണ് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അപഗ്രഥിക്കാൻ കഴിയാത്തതാണ്. ഇതാണെങ്കിലോ വസ്തുതയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളവും പടച്ചവൻ നമുക്ക് പറഞ്ഞു തന്നതനുസരിച്ചും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യേണ്ടതുണ്ട്. നമ്മൾക്ക് വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ അതിൽ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കുള്ള പരീക്ഷണമാണ്. പടച്ചവനക്ക് പരീക്ഷിച്ച് മനസ്സിലാക്കാനല്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അമീർ, ആലുവ. നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും അള്ളാഹു എന്ന് അറബിയിൽ അള്ളാഹു എന്ന് പറയുന്നു. അമുസ്ലിങ്ങൾ ദൈവം എന്ന് പറയുന്നു. അപ്പോൾ റസൂലിനെ അവതരിപ്പിച്ച് കൊടുത്ത വേദഗ്രന്ഥ ഖുർആൻ സത്യമാണെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്നും ഈസാ നബി അഥവാ യേശു ക്രിസ്തു റസൂലിനെ കുറിച്ച് ബൈബിളിലും ഹൈന്ദവ വേദഗ്രന്ഥ അടിസ്ഥാനത്തിലും അവസാനത്തെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് വിശദീകരിക്കാമോ? സഹോദരൻ്റെ ചോദ്യം പ്രസക്തമാണ്. അന്തിമ പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ അതേപോലെ തന്നെ ബൈബിൾ ദാർശനിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എന്തുമാത്രം സത്യമാണ് എന്നല്ലേ ചോദിച്ചു. വളരെ പ്രസക്തമാണ് സഹോദരൻ്റെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ സ്രഷ്ടാവിൽ നിന്നുള്ള മാർഗദർശനവുമായി ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് നിരവധി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാർ വരാനിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായം സൂറത്ത് സഫിന്റെ 6-ാമത്തെ ആയത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു ചെന്നു പറയുന്ന, അവരെ പഠിപ്പിക്കുന്ന, അവരോട് സംസാരിക്കുന്ന സംഭവത്തെ ഖുർആൻ വ്യക്തമാക്കുന്നു. യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ. അല്ലയോ ഇസ്രായേലരെ, ഞാൻ നിങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകനാണ്. ഞാൻ കടന്നു വന്നത് മുൻപ് കടന്നു വന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് ലഭിച്ച തൗറാത്തിനെ ശക്തിപ്പെടുത്തുവാനും സത്യപ്പെടുത്തുവാനും വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് എന്ന് പേരുള്ള അഹ്മദ് എന്ന് പേരുള്ള പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുവാനും കൂടിയാണ് കടന്നു വന്നത്. ചുരുക്കത്തിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നതായി വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുമ്പോൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടേതാണ് എന്നും അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങളാണ് തങ്ങളുടെ കയ്യിലുള്ളത് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ കയ്യിലുള്ള അവർ വിശ്വസിക്കുന്ന വേദ പ്രമാണങ്ങളിൽ ഇത്തരത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ വല്ലതും ഉണ്ടോ എന്ന് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില വസ്തുതകളും ചില യാഥാർത്ഥ്യങ്ങളും അവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 14 കൂടിയ വരികളിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജീസസ് ക്രൈസ്റ്റ് തൻ്റെ അനുയായികളോട്, തൻ്റെ സമൂഹത്തോട് പറയുന്ന ഒരു സന്തോഷ വാർത്ത. ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയില്ല. അവൻ കടന്നു വരികയും നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യും. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. അവൻ കേൾക്കുന്നതൊക്കെയും നിങ്ങളോട് സംസാരിക്കും, സ്വന്തം അധികാരത്തിൽ നിന്ന് സംസാരിക്കില്ല. അവൻ എന്നെ മഹത്വപ്പെടുത്തും, വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കും. ഇന്ന അർത്ഥത്തിലുള്ള സന്തോഷ വാർത്തകൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയതായി, ജീസസ് നൽകിയതായി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള വരികളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആ വചനങ്ങളിലൂടെ വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ
ഈ വചനങ്ങളുമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എന്നതൊരു പരമ യാഥാർത്ഥ്യമാണ്. ഇതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്തോഷ വാർത്തയായി ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിലും വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നൽകുന്നതായി യഹോവ മോസസിനോട് പഠിപ്പിക്കുന്നതായി നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണാം. അത് നിന്റെ സഹോദരന്മാരിൽ നിന്ന് അഥവാ കൃത്യമായി ഒരു പ്രവാചകൻ കടന്നു വരുമെന്നും സ്വന്തം അധികാരത്തിൽ നിന്ന് സംസാരിക്കാത്ത കേൾക്കുന്നതൊക്കെയും പറയുന്ന ഒരു പ്രവാചകൻ കടന്നു വരുമെന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊടുക്കാത്ത ആളുകളോട് ഞാൻ തന്നെ കണക്ക് ചോദിക്കുമെന്നുള്ള ശക്തമായ താക്കീതുകളും വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയും യഹോവ മോസസിനോട് പറയുന്നതായി ആവർത്തന പുസ്തകത്തിന്റെ വരികളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആ വചനങ്ങളും മറ്റാരെക്കാളും ആ വചനങ്ങളുമായി ഇണങ്ങുന്നതും യോജിക്കുന്നതും പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കവേ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള വല്ല പരാമർശങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചോ അല്ലെങ്കിൽ പ്രവാചകനുമായി സാമ്യമുള്ള വല്ല പരാമർശങ്ങളും ഉണ്ടോ എന്ന് നിലവിലുള്ള ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇണങ്ങുന്ന അല്ലെങ്കിൽ പ്രവാചക ജീവിതത്തിലേക്കും പ്രവാചക അനുചരന്മാരുടെ സ്വഭാവ സവിശേഷതയിലേക്കും സൂചനകൾ നൽകുന്ന ചില പരാമർശങ്ങൾ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു. ഉദാഹരണം, ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ ഏറെ ശ്രദ്ധേയമാണ് പുരാണങ്ങൾ. ആ പുരാണങ്ങളിൽ അഷ്ടാദശ പുരാണങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഭവിഷ്യൽ പുരാണം, വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തുന്ന പുരാണം, അതിൻ്റെ കർത്താവായി രചയിതാവായി ഹൈന്ദവ ദാർശനിക പണ്ഡിതന്മാർ തന്നെ പറയുന്നത് വ്യാസ മഹർഷിയാവാനാണ് സാധ്യത എന്ന്. എന്തായിരുന്നാലും ഈ ഭവിഷ്യൽ പുരാണത്തിലെ പ്രതിസർഗ പർവ്വം 3-ാം മണ്ഡലം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിൽ വരാനിരിക്കുന്ന ഒരു അന്തിമാചാര്യനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ കാണാം. ഏതസ്മിന്നന്ധരെ മ്ലേച്ഛാചാര്യന് സമന്വിത മഹാമത ഇരിക്കാത ശിഷ്യശാഖ സമന്വിതം. വരാനിരിക്കുന്ന ഒരു ആചാര്യൻ, അന്തിമാചാര്യൻ, വിദേശീയനാണ് അദ്ദേഹം മഹാമത ഇരിക്കാത മഹാമദ് എന്ന് പേര് സ്വീകരിച്ച അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങളുമായി കടന്നു വരും എന്ന് പറയുന്നു. ഇതേ ഭവിഷ്യൽ പുരാണത്തിലെ പ്രതിസർഗ പർവ്വം 3-ാം മണ്ഡലം 3-ാം അധ്യായത്തിന്റെ 25 മുതൽ 28 വരെയുള്ള വരികളിൽ ലിംഗച്ഛേദി ശിഖാഹീന സ്മൃശ്രുധാരി ചതുഷക ഉച്ചാലഭി സർവഭക്ഷി ഭവിഷ്യതി ജനമോം വിനകൗശലം ചവശവസ്തോക്ഷാം ഭക്ഷയാം മതമാം എന്നു തുടങ്ങുന്ന വരികളും നമുക്ക് കാണാം. അഥവാ വരാനിരിക്കുന്ന അന്തിമാചാര്യൻ മഹാമദ് എന്നു പേരുള്ള വിദേശീയനായ തന്റെ ശിഷ്യഗണങ്ങളുമായി കടന്നു വരുന്ന ഒരു പ്രവാചകൻ, അന്തിമാചാര്യൻ. ആ അന്തിമാചാര്യന്റെ ശിഷ്യഗണങ്ങളുടെ സവിശേഷതയായി ഭവിഷ്യൽ പുരാണം പറയുന്നത് അവർ ലിംഗാഗ്ര കർമ്മം ഛേദിക്കുന്നവരാണ്, സർക്കംസിഷൻ ചെയ്യുന്നവരാണ്, അവർ കുടുംബ വക്കാത്തവരാണ്, അവർ താടി വളർത്തുന്നവരാണ്, പ്രാർത്ഥനയ്ക്കു വേണ്ടി അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നവരാണ്, മന്നിയൊഴിച്ച് മിക്ക മാംസ്യങ്ങളും ഭക്ഷിക്കുന്നവരാണ് അവർ. അതേപോലെ തന്നെ ധർമ്മത്തിന് വേണ്ടി വിപ്ലവം ചെയ്യുന്നവരാണ്, ആദർശ വിപ്ലവത്തിൽ ഏർപ്പെടുന്നവരാണ് അവർ എന്നർത്ഥത്തിലുള്ള വ്യക്തമായ പരാമർശങ്ങളെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഇവിടെ ഭവിഷ്യൽ പുരാണത്തിലെ ഈ പ്രവചനവുമായി ബന്ധപ്പെട്ട് അന്തിമാചാര്യനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നതും യോജിക്കുന്നതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും താടി വളർത്തുക എന്നതും കുടുംബം ഒഴിവാക്കുക എന്നതും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത്യുച്ചത്തിൽ വിളിച്ചു പറയുക ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫല എന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള വിളിയാളങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തിലാണ് നിലനിൽക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ ചില സന്തോഷ വാർത്തകൾ അറിയിച്ചിട്ടുണ്ട്, സുവിശേഷ വാർത്തകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കവേ അത് എവിടെയാണ് എന്ന അർത്ഥത്തിലുള്ള തുറന്ന പഠനവുമായി ബൈബിൾ പഴയ പുതിയ നിയമ പുസ്തകങ്ങളുടെ താളുകൾ മറിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സന്തോഷ വാർത്തകളെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഭാരതീയർ എന്ന നിലയിൽ ഭാരതീയ ദാർശനിക പ്രമാണങ്ങളിൽ ഇതുമായി ഇണങ്ങുന്ന വല്ല വചനങ്ങളുമുണ്ടോ എന്ന അന്വേഷണമാണ് ഭവിഷ്യൽ പുരാണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എന്തായിരുന്നാലും അവസാനത്തെ പ്രവാചകനും വന്നു കഴിഞ്ഞു. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള രക്ഷാമാർഗം, മോക്ഷത്തിന്റെ മാർഗം, സ്വർഗത്തിലേക്കുള്ള വഴിമാർഗം സ്രഷ്ടാവ് നമുക്കെല്ലാം മാർഗദർശനമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനും ആ വിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ചു, ഇദാ തറക്തു ഫീക്കും അംറൈൻ,
രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ട് പ്രവാചകന്റെ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന് നാഥനുണ്ട് എന്ന പച്ചയായ സത്യത്തെ നെഞ്ചിലേറ്റുകയും ആ സ്രഷ്ടാവിന്റെ മാർഗവും മാർഗദർശനവും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും തന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, ഭരണ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിന് നിഖില മേഖലകളിലും കൃത്യമായ പൂർണ്ണമായ മാർഗദർശനം സ്രഷ്ടാവിൽ നിന്നുള്ള മാർഗദർശനം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയും എങ്ങനെയാണ് ദൈവികമായ മാർഗദർശനം അനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ചു കാണിച്ചതെന്ന പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കുകയും ആ പ്രവാചകന്റെ മാതൃകയെ അനുധാവനം ചെയ്യലാണ് ഈ രംഗത്തുള്ള ഏക രക്ഷാമാർഗം. ഈ ഒരു തിരിച്ചറിവോടുകൂടെ ഇസ്ലാമിയെ അറിയുകയും പഠിക്കുകയും പകർത്തുകയും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ മുന്നിൽ ഈ പച്ചയായ സത്യത്തെ പഠിപ്പിക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ഇവിടെ കൂടിയ എല്ലാ മുസ്ലിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരത്തിലുള്ള അനവധി പ്രോഗ്രാമുകൾ ഈ പച്ചയായ സത്യത്തിൽ ലോകത്തിന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രോഗ്രാമുകളെ ആ ഒരർത്ഥത്തിൽ നോക്കിക്കാണുകയും വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്താൻ. നമസ്കാരം, എൻ്റെ പേര് ധർമ്മരാജ് എന്നാണ്. ഞാൻ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭൂമിയിൽ സൃഷ്ടി നടത്തിയിട്ടുള്ളത് ദൈവം മാത്രമാണ് എന്നാണ്. പക്ഷെ എന്നാൽ വിശുദ്ധ ഖുർആനിൽ റൂം എന്ന അധ്യായത്തിൽ അള്ളാഹുവും പിശാചും തമ്മിലുള്ള സംഭാഷണമാണ്. അതില് പിശാച് അള്ളാഹുവിനോട് പറയാണ്, നിന്റെ സൃഷ്ടികളിൽ ചിലരെ ഞാൻ എൻ്റെ സ്വായത്തമാക്കുകയും നിന്റെ സൃഷ്ടിയെ കൊണ്ട് തന്നെ നിന്റെ സൃഷ്ടിയെ ഞാൻ ഫസാദ് ചെയ്യിക്കും അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുമെന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സംഭാഷണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, സൃഷ്ടി അള്ളാഹു മാത്രമാണോ നടത്തിയിട്ടുള്ളത്? പിശാചിന്റെ സൃഷ്ടിയായിട്ട് ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കാനുള്ള കാരണം HIV പോലുള്ള വൈറസുകളുണ്ട്. അതേപോലെ തന്നെ NMJ പഞ്ചായത്തില് നമ്മുടെ എൻഡോസൾഫാൻ പോലുള്ള മാരകമായ കീടനാശിനികൾ ദുരന്തം അള്ളാഹുവിന്റെ സൃഷ്ടിയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെ വികലമാക്കിക്കൊണ്ടുള്ള അവിടെ സൃഷ്ടികൾ നടക്കുന്നു. അതേപോലെ ടെർമിനേറ്റർ സീഡുകൾ നടക്കുന്നു. അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണോ ഭൂമിയിലുള്ളത്? പിശാചിന്റെ സൃഷ്ടിയുണ്ടോ എന്നുള്ളതാണ് സംശയം. സുഹൃത്ത് ധർമ്മരാജന്റെ സംശയം സൂറത്തുർ റൂമിലെ വചനമനുസരിച്ച് പിശാചും സൃഷ്ടിക്കുന്നു എന്ന രൂപത്തിലുള്ള ഒരു പരാമർശമുണ്ട്. ഇപ്പൊ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിമിത്തമായ കാര്യങ്ങളെടുത്ത് നോക്കുമ്പോൾ പിശാചും സൃഷ്ടിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. സൂറത്തുർ റൂമിൽ പറഞ്ഞത് ശരി, നിന്റെ സൃഷ്ടിയെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നതാണ് സൂറത്തുർ റൂമിൽ പറഞ്ഞത്. നിന്റേതാണ് സൃഷ്ടി, പക്ഷെ ഉപയോഗപ്പെടുത്തുന്നത് പിശാച്. ഇവിടെ എൻഡോസൾഫാൻ ആണെങ്കിലും HIV വൈറസ് ആണെങ്കിലും എല്ലാം സംഭവിക്കുന്നത് എന്താണ്? അവിടെ മനുഷ്യൻ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. സൃഷ്ടി എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഒരു വസ്തു ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകണം, അപ്പോഴാണ് സൃഷ്ടി എന്ന് പറയുള്ളൂ. മനുഷ്യന്റെ സവിശേഷത ഈ പ്രകൃതിയിൽ അവൻ ഇടപെടാൻ കഴിയുമെന്നുള്ളതാണ്. ആ ഇടപെടലുകൾ സൃഷ്ടിപരമല്ലെങ്കിൽ അത് തകർച്ചയിലേക്ക് പോകും. അത് സാങ്കേതികമായി അവൻ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ തകർച്ചക്കുള്ള സാധ്യത കൂടും. ഇന്നലകളിൽ മനുഷ്യനുണ്ടാക്കിയതാണ്, പടച്ചവന്റെ സൃഷ്ടിയിലുള്ളത് തന്നെയാണ് തീ. പക്ഷെ ഭൂമിയിൽ തീ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. മനുഷ്യന് തീ ഉണ്ടാക്കിയപ്പോ ആ തീ നന്മക്ക് വേണ്ടിയും തിന്മക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്താം. മനുഷ്യന് ആദ്യം തീ ഉണ്ടാക്കിയത് ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിക്കാനാണ് എന്നാണ് പൊതുവെ നരവംശാസ്ത്രജ്ഞന്മാർ പറയാം. പക്ഷേ സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്മാർ പറയുക മനുഷ്യൻ ആദ്യം തീ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അടുത്ത ഗുഹയിലുള്ളവനെ കത്തിക്കാനായിരിക്കും എന്നാണ്. ഇവിടെ തീയല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, ആ തീ ഉപയോഗിച്ച മനുഷ്യനും മനുഷ്യന്റെ തലച്ചോറിനെ ഭരിച്ച പിശാചുമാണ്. തീ എന്ന വസ്തു യഥാർത്ഥത്തിൽ അതിനെ എങ്ങനെയും ഉപയോഗിക്കാം, മനുഷ്യന്റെ കാര്യത്തിലുള്ളത് പോലെ. HIV ആണെങ്കിലും
ഏത് വസ്തുവാണെങ്കിലും ഏത് ഈ പ്രപഞ്ചത്തിലെ സംഗതിയാണെങ്കിലും അതിനെല്ലാം ഒരു നന്മയുടെ വശം ഉണ്ടാകും. ആ നന്മയുടെ വശം മനുഷ്യനെ ഈ പ്രകൃതിയിലെ ദുഷ്ടമായ ഇടപെടലുകൾ വഴി അത് തിന്മക്ക് വേണ്ടിയാക്കി തീർക്കുന്നു. ഇപ്പൊ ചെവിനെ കുറിച്ച് തന്നെ ഉള്ളൊരു പഠനമുണ്ട്. ദ ഒറിജിൻ ഓഫ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ലില്ലി സീകളും പിന്നെ ജോസഫ് സീകളും കൂടി എഴുതിയൊരു പുസ്തകമുണ്ട്, ഒരു പഠനമുണ്ട്. അവർ പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഒരു പ്രത്യേകമായ രോഗാണുവിനെ സൃഷ്ടിക്കാൻ വേണ്ടി പെന്റഗന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പെന്റഗന്റെ പദ്ധതി അനുസരിച്ച് അവർ ജനിതകമായ സവിശേഷതകൾ കൂടിയ ഒരു രോഗാണുവിനെ ഉണ്ടാക്കിയെടുത്തു. ആ രോഗാണു മനുഷ്യനിൽ മാത്രമാണ് ജനിതകമായതുകൊണ്ട് തന്നെ, പ്രത്യേക ജീനുകൾക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ മനുഷ്യനിലാണിത് പ്രവർത്തനക്ഷമമാവുക. പ്രവർത്തനക്ഷമമായത് പരീക്ഷിക്കണമെങ്കിൽ മനുഷ്യനിൽ പരീക്ഷിക്കണം. അവിടെയുള്ള അമേരിക്കയിലുള്ള വളരെ കുപ്രസിദ്ധമായ ഫോർട്ടട്രിക് തടവറയുണ്ട്. ഫോർട്ടട്രിക് തടവറ അവിടുത്തെ അധോലോകത്തെ കുറ്റവാളികളെ പാർപ്പിക്കുകയാണ്. അവിടെയുള്ള ഏതാനും കുറ്റവാളികൾക്ക് അവരുടെ ശരീരത്തിൽ ഈ രോഗാണുവിനെ പരീക്ഷിക്കുവാനും അങ്ങനെ പരീക്ഷിച്ചിട്ട് 3 മാസം കഴിഞ്ഞാൽ അവരെ വെറുതെ വിടാം എന്നുമുള്ള കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ അവരത് പരീക്ഷിക്കാൻ വേണ്ടി സമ്മതിച്ചു. ആ സമ്മതിച്ചപ്പോ ഇവരറിയാത്ത രൂപത്തിൽ ഈ രോഗാണു ശരീരത്തിൽ കയറുകയും ഈ രോഗാണു ശരീരത്തിൽ 3 മാസമായിട്ടും ഒരു സിംറ്റംസും ഒരു ലക്ഷണവും കാണിക്കാഞ്ഞപ്പോ പെന്റഗണിലെ ശാസ്ത്രജ്ഞന്മാർ ഇത് പരാജയമാണെന്ന് വിധി എഴുതിയിട്ട് ഇവരെ അധോലോകത്തിലേക്ക് വിട്ടു. പെന്റഗണിലെ ശാസ്ത്രജ്ഞന്മാർ മുൻപ് മനസ്സിലാക്കിയിട്ടില്ലാത്ത രൂപത്തിൽ ഇതിനൊരു സുഷുപ്താവസ്ഥ ഉണ്ടായിരുന്നു. ഈ അണുവിന് HIV ആണ് അതുണ്ടാക്കിയതെന്നാണ് ലിലി സീകളും ജോസഫ് സീകളും കൂടി അവകാശപ്പെടുന്നത്. ഈ സുഷുപ്താവസ്ഥയിലായിരുന്ന ഈ 3 മാസക്കാലവും ഈ അണു സ്വാഭാവികമായും ഈ സുഷുപ്താവസ്ഥയിലുള്ള സമയത്ത് തന്നെ, ഇത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ ഇവർ പുറത്തിറങ്ങി. അവർ അധോലോകമായതുകൊണ്ട് തന്നെ അവര് ലൈംഗിക ബന്ധങ്ങളിലൂടെ മറ്റുമല്ല ഇതങ്ങനെ വളർത്തിയപ്പോ ഒരുപാട് കഴിഞ്ഞപ്പോഴാണ് എന്ത് വന്നത്, ഇതിന്റെ പുറത്തേക്ക് ഫലം വന്നത്. ആ ഫലമാണ് എയ്ഡ്സായി, വൈറസായി, പിന്നെ സിനിമാ നടന്മാർക്കായി ഇങ്ങനെ ആയത് എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഞാൻ ശരിയാണ്, സത്യസന്ധമാണ് എന്ന അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ശരിയാകാം, തെറ്റാകാം. പക്ഷേ നമുക്കിത് മനസ്സിലാക്കി തരുന്നൊരു വസ്തുതയുണ്ട്. മനുഷ്യർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പൈശാചികമായ പ്രേരണയോടുകൂടി ഈ ഉള്ള പ്രകൃതിയെ ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടായതെന്നുള്ള വസ്തുത. ആ അപകടങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ കാണുക ഇത്തരം മനുഷ്യന്റെ ഇടപെടലുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ പോരെ, നമ്മൾ എയ്ഡ്സ് പകരുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? ലൈംഗിക ബന്ധത്തിലൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ നിയമപരമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ അഥവാ വിവാഹത്തിലൂടെ അല്ലാതെ ഉള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പടരുന്നത്. അതിലൂടെ ഉണ്ടായ ഒരു സാധനമാണെങ്കിൽ സത്യത്തിൽ ജന്തുക്കളിലല്ല എയ്ഡ്സ് ഉണ്ടായിട്ട് ജന്തുക്കളൊന്നും ബാക്കി ഉണ്ടാകാൻ പാടില്ല. കാരണം ജന്തുക്കൾക്ക് ഇങ്ങനത്തെ ഒരു ഇണ എന്നുള്ളൊരു സങ്കല്പം തന്നെ ഇല്ലല്ലോ. ഒരു ഇണ മാത്രം വിശ്വസ്തതാപൂർവ്വം, എയ്ഡ്സിന്റെ പരസ്യത വിശ്വസ്തതാപൂർവ്വമുള്ള ലൈംഗിക ബന്ധമാണ് എയ്ഡ്സിന്റെ മാർഗം. വിശ്വസ്തതാപൂർവ്വ ലൈംഗിക ബന്ധം എന്നുള്ള ഒരു ഏർപ്പാട് തന്നെ മൃഗങ്ങൾക്ക് പരിചയമില്ലല്ലോ. പക്ഷെ എന്നിട്ടും അവിടെ എയ്ഡ്സോ ഗൊണേറിയയോ സിഫിലീസോ ഒന്നും ഉണ്ടാവണില്ല. മനുഷ്യലോകത്ത് മാത്രം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? മനുഷ്യന്റെ പ്രകൃതിയിലുള്ള തെറ്റായ ഇടപെടൽ കൊണ്ട്, വൈശാചികമായ ഇടപെടലുകൾ കൊണ്ട് എന്നാണ് അതിനുള്ള ഉത്തരം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് കൂടുതൽ പഠനത്തിന് വേണ്ടി ഞങ്ങളുമായി നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടുകയോ ഞങ്ങളുടെ CD-കളും കാസറ്റുകളുമെല്ലാം ഉപയോഗപ്പെടുത്തുകയോ പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യണമെന്നും ഇവിടെ അടുത്ത് തന്നെ ഉള്ള നിച്ച് ഓഫ് ട്രൂത്ത് സെൻ്ററുകളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാമെന്നും എറണാകുളത്തുള്ള നിച്ച് ഓഫ് ട്രൂത്ത് സെൻ്ററിലേക്ക് നിങ്ങൾക്ക് നേരെ തന്നെ ബന്ധപ്പെടാമെന്നും അറിയിക്കുകയാണ്. തീർച്ചയായും ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാനിവിടെ നേരത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് സത്യമാണ് എന്ന പൂർണ്ണ ബോധ്യം കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഇത് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത് സത്യമാണ് എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ നമുക്ക് പ്രചോദനമാകുന്നത് പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നും ദൈവികമാണ് എന്നുമുള്ള ബോധ്യമാണ്.
നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ് ഖുർആനിനെയും പ്രവാചകന്റെ ജീവിതത്തെയും. അത് പരിശോധിച്ചാൽ നിങ്ങൾക്കും ബോധ്യപ്പെടും അത് സത്യസന്ധമാണ് എന്നും പൂർണ്ണമായും ദൈവികമാണ് എന്നുമുള്ള വസ്തുത. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിവിടെ വന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആത്യന്തികമായി മരണത്തിന് ശേഷമുള്ള ജീവിതമുണ്ടെന്നും അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട് എന്നുമുള്ള ബോധമാണ്. ആ രക്ഷാശിക്ഷകൾ വസ്തുതയാണ്, സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും അറിയണമെന്നും ഖുർആനിനെയും പ്രവാചക ജീവിതത്തെയും പഠനവിധേയമാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പടച്ച തമ്പുരാൻ ഇവിടെ നമ്മൾ കൂടിയിരുന്നത് പോലെ നാളെ പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്ത് കൂടിയിരിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. നാദ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.